ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഇന്ന് നമ്മൾ റീറ്റെയിലേഴ്സ് തന്നെ രണ്ട് തരത്തിലുള്ള റീറ്റെയിലേഴ്സ് ഉണ്ട് അല്ലേ? സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സും ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സും. സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് ഫിക്സഡ് ഷോപ്പ് അല്ലേ, സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് കച്ചവടം ചെയ്യുന്ന ചില്ലറ കച്ചവടക്കാർ അല്ലേ, സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ അല്ലേ, ഒരു ഷോപ്പ് തുടങ്ങി അല്ലേ, സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ കച്ചവടം ചെയ്യുന്ന ചില്ലറ കച്ചവടക്കാരെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സ്മോൾ സ്കെയിൽ എന്നും ലാർജ് സ്കെയിൽ എന്നും. അല്ല, സ്മോൾ സ്കെയിൽ ഫിക്സഡ് ഷോപ്പ്, സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിക്സഡ് ഷോപ്പ് ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സാണ്. ഫിക്സ് അല്ലേ, സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ കച്ചവടം ചെയ്യുന്നതിൽ ലാർജ് സ്കെയിലിൽ, വലിയ അളവിൽ. അപ്പോൾ നമ്മളിന്ന് ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സിൽ ആദ്യമായിട്ട് വരുന്നത് ഇപ്പോൾ ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് എന്തായിരിക്കും ചെയ്യുന്നത്? അവർ ഉൽപ്പാദകരെ കയ്യിൽ നിന്ന് നേരിട്ട് വലിയ അളവിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു അല്ലേ, ലാർജ് സ്കെയിലിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നു, സ്മോൾ ക്വാണ്ടിറ്റീസിൽ സാധനങ്ങൾ വിൽക്കുന്നു. അപ്പോൾ ഇവർ എല്ലാം ചെയ്യുന്നത് വലിയ അളവിലായിരിക്കും അല്ലേ, ലാർജ് സ്കെയിലായിരിക്കും ഇവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് കച്ചവടം ചെയ്യുന്ന അല്ലേ, ഫിക്സഡ് ഷോപ്പ്, സ്മോൾ സ്കെയിൽ റീറ്റെയിൽ, അതിൽ ചെറിയ അളവിൽ കച്ചവടം ചെയ്യുന്നവരാണ് നമ്മൾ കഴിഞ്ഞ ഗ്രോസ് അല്ലേ, ജനറൽ സ്റ്റോഴ്സും അല്ലേ, സ്ട്രീറ്റ് ട്രേഡേഴ്സ്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഫിക്സഡ് ഷോപ്പ്, സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിക്സഡ് ഷോപ്പ് ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ്, സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ കച്ചവടം ചെയ്യുന്നതും വലിയ അളവിൽ കച്ചവടം, ചില്ലറ കച്ചവടം ചെയ്യുന്നവരെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫിക്സഡ് ഷോപ്പ് ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ്, അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് പഠിച്ചു, അതിൽ 6 ഉണ്ടെന്ന് അല്ലേ, ഫിക്സഡ് ഷോപ്പ് ലാർജ് സ്കെയിൽ റീറ്റെയിൽ. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോഴ്സ്. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറും തൊട്ടടുത്തുള്ള മൾട്ടിപ്പിൾ ഷോപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളെ ഡിഫറൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർ? ഒരു ബിൽഡിങ്ങിന് അല്ലെ, ഒരു ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഒരു റൂഫിന് കീഴിൽ ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെ ഒത്തിരി സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥാപനം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. അപ്പോൾ ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറിൻ്റെ സൈസ് എന്ന് പറയുന്നത് വെരി ലാർജ് സ്കെയിലായിരിക്കും അല്ലേ. ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പോൾ അവർ ഒരു റൂഫിന് കീഴിൽ, അതുപോലെ ഒരു മാനേജ്മെൻറ്റ്. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറിൻ്റെ മാനേജ്മെൻറ്റ് ഒരു മാനേജ്മെൻ്റ് ആയിരിക്കും അല്ലേ, ഒരു ഓണറായിരിക്കും അല്ല, ഒരു കൂട്ടം ഓണേഴ്സ്. അപ്പോൾ ഒരു മാനേജ്മെൻ്റ് ആയിരിക്കും എന്തായാലും. ഒരു റൂഫിനും ഒരു മാനേജ്മെൻറ്റിനും കീഴിലായിരിക്കും. പക്ഷേ ഒരു റൂഫിന് കീഴിലാണെങ്കിലും വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ റൂമായിരിക്കും വലിയ അല്ലേ, ചിലപ്പോൾ 2 or 3 റൂമായിരിക്കും. അപ്പോൾ എന്തായാലും വ്യത്യസ്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കൈകാര്യം ചെയ്യുന്നത് ഡ്രസ്സുകളായിരിക്കും, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കൈകാര്യം ചെയ്യുന്നത് സൈക്കിളോ മറ്റ് സാധനങ്ങളോ ചെരുപ്പോ പിന്നെ എന്താണ് ബുക്ക് ഐറ്റങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഐറ്റങ്ങളോ. അപ്പോൾ ചിലപ്പോൾ ഭക്ഷണ സാധനങ്ങളോ ഗ്രോസറി ഐറ്റംസോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഐറ്റംസോ എന്തും ആകാം. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലാർജ് സ്കെയിൽ, വളരെ വലിയ തരത്തിലുള്ള ഒരു റീറ്റെയിൽ ഷോപ്പാണ്. അവിടെ സെല്ലിങ് എ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ്, വ്യത്യസ്ത തരത്തിലുള്ള ഒത്തിരി സാധനങ്ങൾ അവിടെ വിൽക്കുന്നുണ്ട് അല്ലേ.
ഇൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഈ സാധനങ്ങൾ വിൽക്കുന്നത് പല ഡിപ്പാർട്ട്മെൻറ്റിലൂടെയാണ് അല്ലേ. ചിലപ്പോൾ അവിടെയുള്ളത് പല ഡിപ്പാർട്ട്മെൻറ്റിലൂടെയാണ് ഈ സാധനങ്ങൾ വിൽക്കുന്നത്. ഓരോ സാധനങ്ങൾക്ക് ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും അല്ലേ. ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലൂടെയും വിൽക്കുന്ന സാധനങ്ങൾ വ്യത്യസ്തമാണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഉടമസ്ഥൻ, ഓണർഷിപ്പും മാനേജ്മെൻറ്റും ഒറ്റയാളാണല്ലേ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൗകര്യവും നമ്മളൊരു ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ, റെസ്റ്റോറൻ്റ് ആയിരുന്നാലും, ടെലിഫോൺ ബൂത്ത് ആയിരുന്നാലും, റെസ്റ്റ് റൂം ആയിരുന്നാലും, പ്ലേ ഏരിയ ആയിരുന്നാലും, നമുക്ക് ആവശ്യമുള്ള ഏകദേശം എല്ലാ സാധനവും എവിടെ കിട്ടും? ഒരു ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഈ ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വലിയ എമൗണ്ട് ആയിരിക്കും ഈ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബിൽഡിംഗ് ആയിരുന്നാലും, ഇപ്പോൾ സ്വന്തം കെട്ടിടമായിരുന്നാലും വളരെ വലിയ തുക ആ കെട്ടിടം നിർമ്മിക്കുന്നതിലേക്ക് വേണ്ടി ഉടമസ്ഥൻ ചിലവാക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകും. ഇനി അത് വാടക കെട്ടിടമാണെങ്കിലോ വളരെ വലിയൊരു തുക വാടകയായിട്ട് കൊടുക്കേണ്ടി വരും. ഇനി അവിടെ പരസ്യത്തിനായിരുന്നാലും, ജോലിക്കാർക്ക് ശമ്പളമായിരുന്നാലും, എല്ലാ കാര്യങ്ങളായിരുന്നാലും ഇവർ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ലെവലിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശമ്പളമായിരുന്ന എല്ലാ കാര്യത്തിനും വളരെ വലിയ തുക ഇവർ ചിലവാക്കേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ കച്ചവടക്കാർ അവർക്ക് കൂടുതലായിട്ട് ചിലവായി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അവർ ഈടാക്കുന്നത്? ഉപഭോക്താക്കളിൽ നിന്നായിരിക്കും ഈടാക്കുന്നത് അല്ലേ. അല്ലാതെ അവർ നഷ്ടം സഹിക്കില്ല ഒരിക്കലും. അപ്പോൾ സാധാരണഗതിയിൽ ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾക്കൊക്കെ വില അല്പം കൂടുതലായിരിക്കും. കാരണം എന്താണ്? അവിടെ ഒത്തിരി എക്സ്പെൻസുകളുണ്ട് അല്ലേ. അഡ്വർടൈസിങ് ആയിരുന്നാലും, അതുപോലെ സാലറി ആയിരുന്നാലും, റെൻ്റ് ആയിരുന്നാലും, മെയിൻ്റനൻസ് കോസ്റ്റ് ആയിരുന്നാലും, എന്ത് കാര്യമായിരുന്നാലും കോസ്റ്റ് വളരെ വലുതായിരിക്കും. ഇലക്ട്രിസിറ്റി എന്തായിരുന്നാലും എപ്പോഴും ലൈറ്റ് ഇട്ടിരിക്കും അല്ലേ. ഫാൻ, ലൈറ്റ് എല്ലാം എല്ലാ സ്ഥലത്തും എപ്പോഴും അവിടെ ഈ ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറുകളിൽ ഇട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർ എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇതൊരു ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഷോപ്പാണ്. സെല്ലിങ് എ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ഇൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെ വ്യത്യസ്തങ്ങളായ സാധനങ്ങൾ അവർ വിൽക്കുന്നു. അണ്ടർ വൺ റൂഫ് ആൻഡ് വൺ മാനേജ്. ഒരു മാനേജ്മെൻറ്റ്, ഒരു റൂഫിന് കീഴിൽ, ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ഒരു മാനേജ്മെൻറ്റിലൂടെ വ്യത്യസ്ത സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ വിൽക്കുകയാണ്. ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഒരു റൂഫിന് കീഴിലാണ്. ഒരു റൂഫിന് കീഴിൽ 10 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ 10 ഡിപ്പാർട്ട്മെൻറ്റും കൈകാര്യം ചെയ്യുന്നത് 10 തരത്തിലുള്ള സാധനങ്ങളാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് ചിലപ്പോൾ ഡ്രസ്സ് ഐറ്റംസ് ആയിരിക്കും. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് ചെരുപ്പ് ഐറ്റംസ് ആയിരിക്കും. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് മെഡിസിൻ ഐറ്റംസ്. ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ കാര്യങ്ങളായിരിക്കും കൈകാര്യം ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ചിലപ്പോൾ ഫുഡ് ഐറ്റംസ് ആയിരിക്കും, റെസ്റ്റോറൻറ്റ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഡീൽസ് ഇൻ സെപ്പറേറ്റ് ലൈൻ ഓഫ് ഗുഡ്സ് ലൈക്ക് സ്റ്റേഷനറി, ബുക്സ്, ഫർണിച്ചർ, ക്ലോത്തിങ്, ഫുട്വെയർ എക്സെട്ര. അപ്പോൾ ഇതാണ് ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർ. ഒരു റൂഫിന് കീഴിൽ, ഒരു മാനേജ്മെൻറ്റിന് കീഴിൽ അല്ലേ, വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെ വിവിധങ്ങളായ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഷോപ്പാണ് ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർ എന്ന് പറയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വ്യത്യസ്ത തരത്തിലുള്ള സാധനങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറിൻ്റെ സവിശേഷതകളെന്ന് നമുക്ക് പഠിക്കാം. ഫീച്ചേഴ്സ്: they provide additional facilities like restaurant, telephone booth, rest room, play area, etc. ഈ പറഞ്ഞ സൗകര്യങ്ങളെല്ലാം ഒരു ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറിൽ സാധാരണഗതിയിൽ ഉണ്ടാവും. പ്ലേ ഏരിയ ചിലപ്പോൾ എല്ലായിടവും കാണണമെന്നില്ല, പക്ഷേ അതിന് ബാക്കി പറഞ്ഞ കാര്യങ്ങൾ, റെസ്റ്റ് റൂം ആയിരുന്നാലും, ടെലിഫോൺ ബൂത്ത് ആയിരുന്നാലും, റെസ്റ്റോറൻ്റ് ആയിരുന്നാലും, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറിൽ ഉണ്ടായിരിക്കും. ഓക്കെ, യൂഷ്വലി ലൊക്കേറ്റഡ് ഇൻ സെൻട്രൽ പ്ലേസ് ഓഫ് എ ബിഗ് സിറ്റി. സാധാരണ വലിയ വലിയ പട്ടണങ്ങളുടെ കേന്ദ്ര ഭാഗത്തായിരിക്കും എന്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളെ പോത്തീസ് പോലെയുള്ള അല്ലേ, അതൊക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ മെയിൻ ഏരിയയിലാണ്. ഇപ്പോൾ പോത്തീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം ഉണ്ട്, അവിടെ ഇല്ലാത്ത ഒന്നുമില്ല അല്ലേ. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് വേണമെങ്കിൽ അതുണ്ട്. ഇനി ഡ്രസ് ഐറ്റംസ് ആണ് മെയിനായിട്ടുള്ളത്, എങ്കിലും അവിടെ എനിക്ക് ഒരു 5ഓ 6ഓ നിലയായിട്ട് ഒത്തിരി ഐറ്റംസ് ഉണ്ട് അല്ലേ. ഓരോ നിലയും അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ ഡിപ്പാർട്ട്മെൻ്റാണ് അല്ലേ.
അല്ലാതെ എല്ലാവരും കൂടെ ഡിപ്പാർട്ട്മെൻറ്റ് തിരിക്കാതെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ക്ലാഷ് ആവും എല്ലാം കൂടെ അല്ലേ. ഓക്കെ, ദേ പ്രൊവൈഡ് അഡീഷണൽ ഫെസിലിറ്റീസ് ലൈക്ക് റെസ്റ്റോറൻറ്റ്, ടെലിഫോൺ ബൂത്ത്, റെസ്റ്റ് റൂം, പ്ലേ ഏരിയ, എക്സെട്ര. ഓക്കെ, യൂഷ്വലി ലൊക്കേറ്റഡ് ഇൻ സെൻട്രൽ പ്ലേസ് ഓഫ് എ ബിഗ് സിറ്റി. ഒരു വലിയ പട്ടണത്തിൻ്റെ കേന്ദ്ര ഭാഗത്തായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഓർഗനൈസേഷൻ ജനറലി ഫോംഡ് ആസ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകൾ എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ, ഞാൻ പറഞ്ഞു കോടിക്കണക്കിന് രൂപ, വളരെ വലിയ തുകയായിരിക്കും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ വെരി ലാർജ് സ്കെയിൽ ആണെങ്കിൽ അത് കമ്പനി ഫോമിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, രൂപീകരിക്കുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ സാധാരണ ഇവ രൂപീകരിക്കുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ രൂപത്തിലായിരിക്കും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. നെക്സ്റ്റ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകൾ ഈ അവിടെ വിൽക്കുന്ന സാധനങ്ങൾ നേരിട്ട് ഉൽപ്പാദകൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളായിരിക്കും അല്ലേ. ഇപ്പോൾ പോത്തീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഡ്രസ്സുകൾ വാങ്ങിക്കും അല്ലേ. ഡ്രസ്സിൽ വാങ്ങിക്കുന്ന സമയത്ത് ഒരിക്കലും പോത്തീസിൻ്റെ ഡ്രസ്സിൽ ഒട്ടിച്ചിരിക്കുന്ന അത് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡ്യൂസറുടെ ഒരു കാര്യവും ആ ഡ്രസ്സിൽ കാണില്ല. എല്ലാം ആരുടേത് മാത്രമായിരിക്കും, പോത്തീസിൻ്റെതാണ്. അതെന്താണ് അവിടെ സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് ഈ അതിൻ്റെ പ്രൈസ് വരുന്നത് അല്ലേ. പ്രൈസ് വരുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്, ഒരു ഡ്രസ്സ് അല്ലേ, അതിൽ സാധാരണ കമ്പനി അതിൻ്റെ ഒറിജിനൽ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും കാണും, പ്രൈസ് ഉൾപ്പെടെ. പോത്തീസ് അവരെന്ത് ചെയ്യുന്നു, ആദ്യം സാധനങ്ങൾ ഉൽപ്പാദകൻ്റെ കയ്യിൽ നിന്ന് ഇവരെന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യും അല്ലേ. കളക്ട് ചെയ്തിട്ട് അവരുടെ ഗോഡൗണിൽ കയറ്റും അല്ലേ. ഗോഡൗണിൽ കയറ്റിയിട്ട് അവിടെ വെച്ചൊരു പ്രോസസ്സിങ് ഉണ്ട് അല്ലേ. എന്താണ് പ്രോസസ്സിങ് എന്ന് പറയുന്നത്, അതിൻ്റെ പ്രൈസിൻ്റെ ടാഗ്, ഒറിജിനൽ പ്രൈസിൻ്റെ ടാഗ് എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്ത് മാറ്റിയിട്ട് പോത്തീസിൻ്റെ പ്രൈസിൻ്റെ ടാഗ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ മറ്റ് ഞാൻ പോത്തീസ് ഉദാഹരണം പറഞ്ഞതാണ് അല്ലേ, അവരുടെ അല്ലെങ്കിൽ രാമേന്ദ്രൻസോ അല്ലേ, ഇതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. രാമേന്ദ്രൻസൊക്കെ ഉദാഹരണങ്ങളാണ്. രാമേന്ദ്രൻ ഉദ്ദേശിക്കുന്നത് അട്ടക്കുളങ്ങര അവിടെയുള്ളതാണ് കേട്ടോ, അവിടെ ഉള്ളതാണ് ഉദ്ദേശിച്ചത്. രാമേന്ദ്ര വേറെയുണ്ട്, ഈസ്റ്റ് കോട്ടയ്ക്കകത്തുണ്ട്, അതല്ല, അത് ചെറുതാണ്. ഓക്കെ, അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്, അപ്പോൾ ഒറിജിനൽ പ്രൈസ് ടാഗ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇവരുടെ പോത്തീസിൻ്റെ പ്രൈസ് ടാഗ് എന്ത് ചെയ്യുന്നു, അവർ ഫിക്സ് ചെയ്യും. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഒറിജിനൽ പ്രൈസ് ടാഗിൽ ഇപ്പോൾ 250 രൂപയാണ് സാധനത്തിൻ്റെ വിലയായിട്ട് പ്രിൻ്റ് ചെയ്ത് വന്നതെങ്കിൽ ഇവരെന്ത് ചെയ്യും, ഇവരുടെ കോസ്റ്റ് എല്ലാം കൂടെ അല്ലേ, എല്ലാം മുതലാക്കണ്ടേ, ഇവരെന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു 4 ഇരട്ടി, ഒരു 1000 രൂപ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു 750 രൂപ അല്ലേ പ്രൈസ് ടാഗ് ഇടും. ഒരു 1000 രൂപയുടെ സാധനമാണെങ്കിൽ ഒരു 3500 രൂപ. അപ്പോൾ എന്ത് ചെയ്യുന്നു, അവരുടെ പ്രൈസ് ടാഗ് അങ്ങ് ഇടും. അല്ലെങ്കിൽ ഒരു ഇരട്ടി, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ എല്ലാത്തിലും ഇത്രയും ഇടണമെന്നില്ല, ചിലതിൽ ഇതിനേക്കാളും കുറച്ചിടാം, ചിലതിൽ ഇതിനേക്കാളും കൂട്ടിയിടാം, ഉദാഹരണം. ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകൾ വലിയ പട്ടണങ്ങളുടെ കേന്ദ്ര ഭാഗത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, സാധാരണ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഓർഗനൈസേഷൻ ജനറലി ഫോംഡ് ആസ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. എലിമിനേഷൻ ഓഫ് മിഡിൽ, ഇടനിലക്കാരെ ഒഴിവാക്കുക. ആരാണ് ഇടനിലക്കാരെന്ന് പറയുന്നത്, ചില്ലറ കച്ചവടക്കാർക്കും ഉൽപ്പാദകനും കച്ചവടക്കാർക്കിടയിൽ നിൽക്കുന്നവരാണ് ഇടനിലക്കാരെന്ന് പറയുന്നത് അല്ലേ. ഒരു കച്ചവടം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത് ഇടനിലക്കാരാണ്. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമുള്ള സാധനം നമ്മൾ നേരിട്ട് ഉൽപ്പാദകൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒത്തിരി പൈസ എന്ത് ചെയ്യും, കുറച്ച് കിട്ടും അല്ലേ. ഉദാഹരണത്തിന് നമ്മൾ PSCയുടെ ഒത്തിരി ഗൈഡുകളുണ്ട് അല്ലേ. കടയിൽ പോയി കഴിഞ്ഞാൽ LD ക്ലർക്കിൻ്റെതും ലാസ്റ്റ് ഗ്രേഡിൻ്റെതും ഒക്കെ ഒത്തിരി ഗൈഡുകൾ എന്ത് ചെയ്യും, കടകളിലുണ്ട് അല്ലേ. ഇപ്പോൾ നെയ്യാറ്റിൻകരയുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു വില എഴുതിയിരിക്കുകയാണ്, 250 രൂപ ഒരു ടെക്സ്റ്റിൻ്റെ വില എഴുതിയിരിക്കുകയാണ്. അതിൽ എപ്പോഴും വില നമ്മൾ ശ്രദ്ധിച്ചറിയാം, MRP ആണ്, മാക്സിമം റീറ്റെയിൽ പ്രൈസ്, ഏറ്റവും പരമാവധി ചില്ലറ വില. ആ വില കൂട്ടി ഒരു 5 പൈസ പോലും വിൽക്കാൻ പറ്റില്ല, എങ്കിൽ കേസ് കൊടുക്കുക അല്ലേ. അപ്പോൾ MRP ആണ് 250 രൂപ. ഈ സാധനം, ഈ ബുക്ക് എവിടെയാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ പോയി നിങ്ങൾ നേരിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ
നിങ്ങളൊരു കച്ചവടക്കാരനാണ് എന്നുകൂടെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടും, അല്ലേ? പകുതി വിലയ്ക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ഏകദേശം ഒരു 10-40% അല്ലെങ്കിൽ 30%, ഏറ്റവും കുറഞ്ഞ ഒരു 30% എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ച് കിട്ടും. പക്ഷേ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ MRPയിൽ നിന്ന് 5-10 രൂപ ചിലപ്പോൾ കുറച്ച് തരും, ചിലപ്പോൾ പറ്റില്ല എന്ന് പറയും, അല്ലേ? അപ്പോൾ അതാണ് ഒരവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത്, അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു അല്ലേ, അപ്പോൾ ഇടനിലക്കാർ, അല്ലേ? ഉണ്ടാക്കുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കും ഇടയിൽ നിൽക്കുന്നവരാണ് ഇടനിലക്കാരെന്ന് പറയുന്നത്, അല്ലേ? അവരാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറുകൾ എന്ത് ചെയ്യും, ഇടനിലക്കാരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി നേരിട്ട് എവിടെ നിന്ന് സാധനം വാങ്ങിക്കും, ഉൽപ്പാദകരെ നിന്ന് വാങ്ങിക്കും. അപ്പോൾ എന്ത് ചെയ്യും, വളരെ കുറച്ചവർക്ക് സാധനങ്ങൾ കിട്ടുകയും ചെയ്യും, അല്ലേ? മാത്രമല്ല അവർ സെൻട്രലൈസ്ഡ് പർച്ചേസിങ് ആയിരിക്കും നടത്തുന്നത്. എന്താണ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ആവശ്യമുള്ള സാധനങ്ങൾ അവരൊറ്റ പർച്ചേസിൽ എന്ത് ചെയ്യുന്നു, നടത്തുന്നു. അവർ ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് പർച്ചേസും ഡീസെൻട്രലൈസ്ഡ് സെല്ലിങ്ങും. സെൻട്രലൈസ്ഡ് പർച്ചേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ഞാൻ പറഞ്ഞു ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിൽ 10 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ 10 ഡിപ്പാർട്ട്മെൻറ്റും കൈകാര്യം ചെയ്യുന്നത് 10 തരത്തിലുള്ള സാധനങ്ങളായിരിക്കും. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റാണ്, അല്ലേ? ഒറ്റ ഓണർഷിപ്പിന് കീഴിലുള്ള, അല്ലെ ഒറ്റ മാനേജ്മെൻറ്റ് കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ഉടമസ്ഥൻ ഒന്നാണ്. പല ഡിപ്പാർട്ട്മെൻറ്റിലൂടെ പല സാധനങ്ങൾ വിൽക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകൾ സാധാരണ ചെയ്യുന്നത്, അവർ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഉള്ള സാധനങ്ങളും ഒരുമിച്ചായിരിക്കും വാങ്ങിക്കുന്നത്. അപ്പോൾ ഒറ്റ പ്രാവശ്യം ഒറ്റ ഓട്ടത്തിൽ തന്നെ എല്ലാ സാധനവും അവർക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഒരു ലോറിയിൽ തന്നെ, അല്ലെ 2-3 ലോറിയിൽ തന്നെ ഒറ്റ യാത്രയിൽ അവർക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ള. അതേസമയത്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും സെപ്പറേറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 10 ലോറി പോവേണ്ടി വരും, അല്ലേ, സാധനം വാങ്ങിക്കാൻ വേണ്ടി. അത് നഷ്ടമാണ്. ഓക്കെ, ഇനി ഒരു വിൽക്കുന്നതാണെങ്കിലോ ഡീസെൻട്രലൈസ്ഡ് സെല്ലിംഗ്. എന്താണ് ഡീസെൻട്രലൈസ്ഡ് സെല്ലിംഗ്? വാങ്ങിക്കുന്നത് ഇപ്പോൾ 10 ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഒരുമിച്ച് വാങ്ങിക്കും. പക്ഷേ ഈ സാധനങ്ങൾ വിൽക്കുമ്പോൾ ഡീസെൻട്രലൈസ്ഡ് ആണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വിൽക്കുന്നത് അവരവരുടെ സാധനങ്ങളായിരിക്കും. അല്ലാതെ ഈ 10 ഡിപ്പാർട്ട്മെൻറ്റ് സാധനം ഒരുമിച്ച് വാങ്ങിച്ചിട്ട് വിൽക്കുന്നത് ഒരുമിച്ചായിരിക്കുമോ? ഇല്ല, ഒരിക്കലും അല്ല, അല്ലേ? സെപ്പറേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകളെ കുറിച്ച് നമുക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടി. ഇനി നമുക്ക് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്, ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിന് അഡ്വാൻറ്റേജസ്. ഈ പോയിന്റുകൾ കൃത്യമായിട്ട് പഠിച്ചോളാം. ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അട്രാക്റ്റ് ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്. വളരെയധികം ഉപഭോക്താക്കളെ ആകർഷിക്കുവാൻ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകൾക്ക് സാധിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള സ്റ്റോറുകളൊക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേന്ദ്ര ഭാഗത്തായിരിക്കും. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തുള്ള ആൾക്കാർക്കും വന്നു പോകാൻ സൗകര്യപ്രദമായിരിക്കും. ആസ് ദീസ് സ്റ്റോഴ്സ് ആർ യൂഷ്വലി ലൊക്കേറ്റഡ് അറ്റ് സെൻട്രൽ പ്ലേസസ്. കേന്ദ്ര ഭാഗത്ത്, അല്ല കുഗ്രാമത്തിലാണെങ്കിൽ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുമോ? ഇല്ല. ഇത് വളരെയധികം യാത്രാ സൗകര്യമുള്ള കേന്ദ്ര ഭാഗങ്ങളിലായിരിക്കും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദേ അട്രാക്ട് എ ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഡ്യൂറിങ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദ ഡേ. ഒരു ദിവസത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ടൈം, അല്ലേ, ആ സമയത്ത് വളരെയധികം കസ്റ്റമേഴ്സിനെ ഇവർക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിൻ്റെ ഗുണങ്ങൾ, അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, വളരെയധികം കസ്റ്റമേഴ്സിനെ, കാരണം വളരെയധികം കസ്റ്റമേഴ്സിന് എന്ന് പറയാൻ കാരണം, ഒരു കസ്റ്റമർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ആവശ്യമായിട്ടുള്ള ഏകദേശം ഒന്നല്ല 95% സാധനങ്ങൾ, അല്ലേ, എല്ലാ സാധനങ്ങളും എവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും? ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ പിന്നെ 5 സാധനം വാങ്ങിക്കാൻ 5 കടകളിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. എല്ലാ സാധനങ്ങളും എവിടെയുണ്ട്? അവിടെ തന്നെ ഉണ്ട്, അല്ലേ? ഇപ്പോൾ പോത്തീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടെ ഇപ്പോൾ തന്നെ ചായ കുടിക്കണമെങ്കിൽ അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇനി വേറെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് വാങ്ങിക്കണമെങ്കിൽ അതിന് പ്രത്യേകം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഡ്രസ്സിനുണ്ട്. ഇനി ചെരുപ്പോ, അതുപോലെ തന്നെ പിന്നെ എന്താണ്, കുട്ടികളുടെ ഐറ്റംസോ, പുരുഷന്മാരുടെ ഐറ്റംസോ, സ്ത്രീകളുടെ ഐറ്റംസോ, പിന്നെ അതുപോലെ തന്നെ ബെൽറ്റോ, അതുപോലെ തന്നെ കിച്ചൺ അപ്ലയൻസസോ, ഇലക്ട്രോണിക്, എല്ലാം, അല്ലേ, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും, നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അതവിടെ ഉണ്ട്, അല്ലേ? വളരെയധികം കസ്റ്റമേഴ്സിനെ നമുക്കറിയാം. കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെ പേരൊക്കെ പത്രത്തിലുണ്ടായിരുന്നു. കാരണം എന്താണ്? അവർക്ക് ഫൈൻ അടിച്ചു കൊടുത്തു, അല്ലേ? കോവിഡ് ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞ് പോത്തീസിനും രാമേന്ദ്രൻസൊക്കെ എത്രയോ ലക്ഷം രൂപ ഫൈൻ അടിച്ചു കൊടുത്തു. കാരണം
പറയുന്നതിൻ്റെയും ഇരട്ടി ആൾക്കാരായിരിക്കും ഓരോ സമയത്തും അത് ആ കടയ്ക്കകത്തുള്ളത്. അപ്പോൾ കോവിഡ് അവർ നിയമങ്ങൾ ലംഘിച്ചു എന്ന് പറഞ്ഞാണ്. ഓക്കെ. രണ്ടാമത്തെ കൺവീനിയൻസ് ഇൻ ബൈയിങ്. മറ്റൊരു ഗുണം അല്ലേ, ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറിന് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ സൗകര്യപ്രദമാണ് സാധനങ്ങൾ വാങ്ങിക്കുക. ആവശ്യമുള്ള എല്ലാ സാധനവും വെറൈറ്റി ഓഫ് സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവിടെ കിട്ടും. അതുകൊണ്ട് ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറ് കസ്റ്റമേഴ്സിന് ഗ്രേറ്റ് കൺവീനിയൻസ്, വളരെയധികം സൗകര്യം ആൾക്കാർക്ക് നൽകുകയാണ്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ മൊബൈൽ ഫോണോ എന്ത് വേണമെങ്കിലും, നമ്മുടെ ചെരുപ്പ് പൊട്ടിപ്പോയി പുതിയ ചെരുപ്പ് വാങ്ങിക്കാം. ഇനി ഡ്രസ്സ് മോശമാണെങ്കിൽ പുതിയ ഡ്രസ്സ് വാങ്ങിക്കാം. ഇനി സ്ത്രീകളാണെങ്കിൽ എന്ത് ചെയ്തു, അവരുടെ ആ കടയിൽ പോകുമ്പോഴായിരിക്കും അവരുടെ കയ്യിരിക്കുന്ന വാനിറ്റി ബാഗിൻ്റെ കാര്യം, അതിലൊരു ചെറിയൊരു കീറലുണ്ടെങ്കിൽ ഉടൻ എന്ത് ചെയ്യും, അവർക്ക് പുതിയ വാനിറ്റി ബാഗ് വേണമെന്നൊരാഗ്രഹം വരും, ഉടൻ ബാഗ് വാങ്ങിക്കാം. പേന, പെൻസിൽ, എന്ത് വേണമെങ്കിലും അവിടെ ഉണ്ട് അല്ലേ. ഓക്കെ. കൺവീനിയൻസ് ഇൻ ബൈങ് ബൈ ഓഫറിങ് ലാർജ് വെറൈറ്റി ഓഫ് ഗുഡ്സ് അണ്ടർ വൺ റൂഫ്. ഒരു റൂഫിന് കീഴിൽ, ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ അല്ലേ. പോത്തീസ് അതൊക്കെ ഒരു മേൽക്കൂരയല്ലേ ഉള്ളൂ, അല്ലാതെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ വേറെ മേൽക്കൂര ഉണ്ടോ? ഇല്ല, ഒരു മേൽക്കൂരയ്ക്ക് കീഴിലാണ്, പല പല നിലകളായിട്ട് അല്ലേ. ബൈ ഓഫറിങ് ലാർജ് വെറൈറ്റി ഓഫ് ഗുഡ്സ് അണ്ടർ വൺ റൂഫ് ദ ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോഴ്സ് പ്രൊവൈഡ് ഗ്രേറ്റ് കൺവീനിയൻസ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് വളരെയധികം സൗകര്യമാണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോഴ്സ്. ഇൻ ബൈങ് ഓൾമോസ്റ്റ് ഓൾ ഗുഡ്സ് ഓഫ് ദർ റിക്വയർമെൻറ്റ് അറ്റ് വൺ പ്ലേസ്. അവർക്ക് ആവശ്യമുള്ള ഏകദേശം എല്ലാ സാധനങ്ങളും അല്ലേ. നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, ഐസ്ക്രീം കഴിക്കുന്നതിനെ കുറിച്ചൊരു ആഗ്രഹം അല്ലേ. ഉടനെ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം, അതിന് സ്ഥലമുണ്ട്, അവിടെ ഐസ്ക്രീം കഴിക്കാം. ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നു, ചായ കുടിക്കാം, വട കഴിക്കണമെങ്കിൽ വട കഴിക്കാം, എന്ത് വേണമെങ്കിലും അല്ലേ. നമ്മൾ വട കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്തു, ആണ് പരസ്യത്തിൽ വന്ന വേറൊരു സാധനം ഓർമ്മ വന്നത്, അവിടെ അത് വാങ്ങിക്കുക, എന്ത് വേണം സാധനങ്ങൾ അവിടെ ഉണ്ട് അല്ലേ. മൂന്നാമത്തത് അട്രാക്റ്റീവ് സർവീസസ്. വളരെ ആകർഷണീയമായ സേവനങ്ങൾ. എന്ത് സംശയം പറഞ്ഞു തരാനും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആൾക്കാരുണ്ട് അല്ലേ. കൂടുതലും അവിടെ ഈ സ്റ്റോറുകളിൽ നിൽക്കുന്ന തൊഴിലാളികൾ, കേരളത്തിലെ സ്ഥാപനങ്ങളിൽ നിൽക്കുന്ന തൊഴിലാളികൾ കൂടുതലും തമിഴ്നാട്ടിലെ ആൾക്കാരായിരിക്കും അല്ലേ. അതെന്താണ് തമിഴ്നാട്ടിലെ ആൾക്കാരെന്ന് പറയുക, കേരളത്തിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവൻ ശമ്പളം ചോദിച്ചു വാങ്ങിക്കും അല്ലേ. തമിഴ്നാട്ടിലുള്ള ആൾക്കാരാകുമ്പോൾ അവർക്ക് തുച്ഛമായിട്ടുള്ള പൈസ കൊടുത്താൽ മതി. ഉച്ചയ്ക്ക് കഴിക്കാൻ ഒക്കെ നമ്മുടെ ഇവർ തന്നെയാണ് കൊടുക്കുന്നത് അല്ലേ. കഞ്ഞിയോ അങ്ങനെ വളരെ ലഘുവായിട്ടുള്ള സാധനങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അവർ അവരുടെ താമസ സൗകര്യവും എല്ലാം ഇവർ ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർ തന്നെയാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. വളരെ അതിനെക്കുറിച്ചൊന്നും അങ്ങനെ കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല അല്ലേ. എങ്കിലും അത്ര ഫേവറബിൾ അല്ല എന്നാണ് അറിഞ്ഞിടത്തോളം. ഓക്കെ. അപ്പോൾ അവിടെ ശമ്പളവും വളരെ മികച്ച വരുമാനം കിട്ടുമെങ്കിലും ശമ്പളവും പലപ്പോഴും ഇവർ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടോ എന്നും സംശയമുണ്ട്. ഓക്കെ. ആകർഷണീയമായ സേവനങ്ങൾ. ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർ എയിംസ് അറ്റ് പ്രൊവൈഡിങ് മാക്സിമം സർവീസസ് ടു ദ കസ്റ്റമർ. കസ്റ്റമേഴ്സിന് പരമാവധി സേവനങ്ങൾ, ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും അല്ലേ ക്രമീകരിച്ചുകൊണ്ട് പരമാവധി സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാനാണ് ഒരു ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർ ശ്രമിക്കുന്നത്. സം ഓഫ് ദ സർവീസസ് ഓഫേർഡ് ബൈ ഇറ്റ് ഇൻക്ലൂഡ്. ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർ ഓഫർ ചെയ്യുന്ന ചില സേവനങ്ങളാണ് ഹോം ഡെലിവറി ഓഫ് ഗുഡ്സ്. സാധനങ്ങൾ വീട്ടിലെത്തിച്ചേരും, നമ്മൾ വണ്ടിയുടെ കൂലി കൊടുത്താൽ മതി അല്ലേ. ചിലപ്പോൾ ഫ്രീ ആയിട്ട് എത്തിക്കുന്ന ഇതും കാണും. ഓക്കെ. എക്സിക്യൂഷൻ ഓഫ് ടെലിഫോൺ ഓർഡേഴ്സ്. ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, വീട്ടിൽ സാധനം എത്തിക്കും. ഗ്രാൻഡ് ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ ഫോർ റെസ്റ്റ് റൂംസ്. കടം സൗകര്യങ്ങൾ അല്ലേ. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് അവർക്കൊക്കെ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. റെസ്റ്റ് റൂംസ് ഉണ്ട്, ടെലിഫോൺ ബൂത്ത്, റെസ്റ്റോറൻറ്റ്, സലൂൺസൊക്കെ ഇപ്പോൾ തുറന്നിട്ടല്ലേ. സലൂൺസ് എന്ന് വെച്ചാൽ ബാർബർ ഷോപ്പ് അല്ലേ. നമ്മുടെ ബാർബർ ഷോപ്പൊക്കെ ഇപ്പോൾ തുറന്നിട്ട് കുറേ കാലമായി. ഇപ്പോൾ പിന്നെ ഈ 2-3 ഒരാഴ്ചക്കകം തുറന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ മുടിവെട്ടാൻ ഒരു മാർഗ്ഗമില്ലാതെ വലഞ്ഞു നടക്കുകയായിരുന്നു. ഇപ്പോൾ പിന്നെ എന്ത് ചെയ്തു, എന്തായാലും ബാർബർ ഷോപ്പൊക്കെ തുറന്നതുകൊണ്ട് രക്ഷപ്പെട്ടു ഒരു പരിധി ആൾക്കാർ. ഓക്കെ. അപ്പോൾ ആകർഷണീയമായ സേവനങ്ങളാണ് ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സർവീസാണ് എക്കോണമി ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ്. ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലാർജ് സ്കെയിലാണ് ചെയ്യുന്നത് അല്ലേ. സാധനങ്ങൾ വാങ്ങിക്കുന്നത് ലാർജ് സ്കെയിലിൽ, ക്രമീകരിക്കുക എല്ലാം ലാർജ് സ്കെയിലാണ്. ചെറിയ അളവിലുള്ള ഒരു ഇടപാടും അവർക്കില്ല, എല്ലാം ലാർജ് സ്കെയിലാണ് അല്ലേ. പർച്ചേസിങ് ആയിരുന്നാലും ട്രാൻസ്പോർട്ടിങ് ആയാലും അഡ്വർടൈസിങ് എല്ലാം അല്ലേ. അതുകൊണ്ട് തന്നെ ലാർജ് സ്കെയിൽ അല്ലേ. സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരുമിച്ച് വാങ്ങിക്കും, ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുള്ള സാധനങ്ങൾ ഒരുമിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യും.
പരസ്യം കൊടുക്കുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി പരസ്യം കൊടുക്കും. അതുകൊണ്ട് തന്നെ ഒത്തിരി സാമ്പത്തിക നേട്ടം, അല്ലേ? 10 ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി 10 വണ്ടിയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നഷ്ടമാണ്, അല്ലേ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒത്തിരി സാമ്പത്തിക നേട്ടം ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറുകൾക്കുണ്ട്. ആസ് ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ഓൺ ലാർജ് സ്കെയിൽ, ദ എക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ. എന്താണ് എക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ്? വലിയ അളവിൽ കച്ചവടം നടത്തുന്നത് കൊണ്ടുള്ള സാമ്പത്തിക നേട്ടം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എക്കോണമി ഇൻ പർച്ചേസിങ്, ട്രാൻസ്പോർട്ടിങ്, അഡ്വർടൈസിങ് എക്സെട്ര ക്യാൻ ബി എൻജോയ്ഡ്. അപ്പോൾ ഈ ഒരു നേട്ടങ്ങളൊക്കെ അവർക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നു. വലിയ അളവിൽ വാങ്ങിക്കുന്നു, അല്ലേ? വലിയ അളവിലൊക്കെ ഒരുമിച്ച് വലിയ അളവിൽ സാധനം വാങ്ങിക്കുമ്പോൾ എന്തായാലും നല്ല പൈസ വില കുറച്ച് കൊടുക്കും. അത് ഒരുമിച്ച് ട്രാൻസ്പോർട്ട് ചെയ്തത് കൊണ്ട് അതിൽ നല്ല നേട്ടം ഉണ്ടാകുന്നു. ഒരുമിച്ച് അഡ്വർടൈസ് ചെയ്യുന്നത് കൊണ്ട് അതിലും ഒത്തിരി നേട്ടം ഉണ്ടാകുന്നു, അല്ലേ? ഒറ്റ പരസ്യത്തിൽ തന്നെ അവരുടെ എല്ലാ ഉൽപ്പന്നത്തെക്കുറിച്ച് അങ്ങ് പറയുകയാണ്. പ്രൊമോഷൻ ഓഫ് സെയിൽസ്, വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടി വളരെ വലിയ തുക തന്നെ ആര് ചിലവാക്കും? ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറുകൾ ചിലവാക്കും. അവർക്ക് പൈസ ഉണ്ട്, അല്ലേ? പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, നമുക്കറിയാം ഏതൊരു കച്ചവടവും മെച്ചപ്പെടണമെങ്കിൽ പരസ്യം, അഡ്വർടൈസിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കയ്യിൽ വളരെ നല്ലൊരു സാധനം ഇരിക്കുകയാണ്, പക്ഷേ ഈ സാധനം നമ്മളെ കയ്യിലിരിക്കുന്നത് വളരെ ജെന്യുവൻ ആയിട്ടുള്ള നല്ലൊരു സാധനമാണെങ്കിലും ഈ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള അറിവ്, അല്ലേ, നോളഡ്ജ് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് വേണ്ടി എത്തിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം, അല്ലേ? മാർക്കറ്റിംഗ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടി പരസ്യം ഉൾപ്പെടെയുള്ള സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നം, ഇങ്ങനെ ഒരു ഉൽപ്പന്നം ഉള്ളത് പോലും ആരും അറിയില്ല. ഇനി കടയിൽ വന്ന് കണ്ടാൽ തന്നെ ആൾക്കാർ അത് പ്രിഫർ ചെയ്യില്ല. അവരെപ്പോഴും പരസ്യത്തിൽ കാണുന്ന സാധനങ്ങളായിരിക്കും എന്ത് പ്രിഫർ ചെയ്യുന്നത്, നമ്മൾ ഉൾപ്പെടെ. സോപ്പായിരുന്നാലും നമ്മുടെ മനസ്സിൽ വരുന്നത് ക്യൂട്ടി സോപ്പും, അതുപോലെ എന്താണ് നമ്മുടെ സന്തൂർ, അല്ലേ? സന്തൂർ പരസ്യം കാണുമ്പോൾ എന്ത് ചെയ്തു? ഒരു കുട്ടിയുടെ അമ്മ, അല്ലേ? അമ്മ ഇങ്ങനെ ജിംനേഷ്യത്തിൽ ഇരിക്കുകയാണ്, അല്ലേ? അപ്പോൾ മറ്റൊരാൾ കാണുകയാണ്. അപ്പോൾ അയാളെ മനസ്സിൽ വിചാരിക്കുന്നത് അവരിപ്പോൾ കോളേജിൽ പഠിക്കുകയാണെന്നാണ്, അല്ലേ? അപ്പോൾ ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്ന് ചോദിക്കാൻ വേണ്ടി അയാൾ ആ സ്ത്രീയുടെ അടുത്ത് വരുന്ന സമയത്ത് ഒരു കുട്ടി ഓടിക്കൊണ്ടുവരുന്നു. എന്താണ്? അമ്മയെന്ന് വിളിച്ചുകൊണ്ടാണ് ഓടിക്കൊണ്ടുവരുന്നത്, അല്ലേ? അപ്പോൾ അയാളെ ഞെട്ടിപ്പോയി. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ് അവരുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം സന്തൂർ സോപ്പ് എന്നാണ്. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്, ആ കേസിനെതിരെ ആരും പരാതി കൊടുക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. കാരണം സോപ്പ് തേച്ചതുകൊണ്ട് ഇതുവരെ ആരുടെയും പ്രായം കുറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല, അല്ലേ? പിന്നെ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്തു? വലിയ വയസ്സായി കഴിഞ്ഞാൽ ഒരു സോപ്പ് വാങ്ങിച്ച്, അല്ലേ, സന്തൂർ വാങ്ങിച്ച് 2-3 തേച്ചാൽ മതി, അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടി, അപ്പോൾ അങ്ങനെ ഒരു പരസ്യമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കും, അല്ലേ? കടയിൽ പോകുമ്പോൾ സന്തൂർ കാണുമ്പോൾ ആ പരസ്യം ഉടൻ നമ്മുടെ മനസ്സിൽ വരും. ക്യൂട്ടി സോപ്പ് ആണെങ്കിൽ അത് കാണുമ്പോൾ ആ പരസ്യം നമ്മുടെ മനസ്സിൽ വരും. ഉടൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഉൽപ്പന്നം വാങ്ങിക്കാനുള്ള ഒരു ടെൻഡൻസി, ഇന്നർ എർജ്, ഒരു പ്രേരണ നമ്മുടെ മനസ്സിനുള്ളിലുണ്ടാവും. അതേസമയത്ത് പരസ്യമൊന്നുമില്ലാത്ത മറ്റൊരു സാധനം തൊട്ടടുത്തിരിക്കുകയാണ്, അതായിരിക്കും ഏറ്റവും നല്ല സാധനം. പക്ഷേ നമ്മളത് വാങ്ങിക്കുമോ? നമ്മളൊരിക്കലും വാങ്ങിക്കില്ല. കാരണം എന്താണ്? അതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല, അല്ലേ? ഓക്കെ. അപ്പോൾ ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തെന്ന് നോക്കാം. 1, അട്രാക്ട് ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്. ഇപ്പോൾ തന്നെ പഠിക്കുക. അവിടെ നിന്ന് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നു. കൺവീനിയൻസ് ഇൻ ബൈങ്, വളരെ സൗകര്യപ്രദമായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒറ്റ കടയിൽ നിന്ന് വാങ്ങിക്കാൻ സാധിക്കുന്നു. അട്രാക്റ്റീവ് സർ, വളരെ ആകർഷണീയമായ സേവനങ്ങൾ, ഹോം ഡെലിവറി ഉൾപ്പെടെ അവർ ചെയ്യുന്നു. എക്കോണമി ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ്, ഒരുമിച്ച് കാര്യങ്ങളൊക്കെ നടത്തുന്നതുകൊണ്ട് ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങൾ ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറിന് ലഭ്യമാകുന്നു. പ്രൊമോഷൻ ഓഫ് സെയിൽസ്, ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോഴ്സ് ആർ ഇൻ എ പൊസിഷൻ ടു സ്പെൻഡ് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് മണി. എന്താണ് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് മണി? വളരെയധികം തുക, ഗണ്യമായ തുക, ഓൺ അഡ്വർടൈസിങ് ആൻഡ് അതർ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്. പരസ്യത്തിനും മറ്റ് വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒത്തിരി തുക അവർക്ക് ചിലവാക്കാൻ അവർക്ക് സാധിക്കുന്നു. വിച്ച് ഹെൽപ്പ് ഇൻ ബൂസ്റ്റിംഗ് ദെയർ സെയിൽസ്. ഇത് അവരുടെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. ഇനി നമ്മൾ നേട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ദോഷത്തെക്കുറിച്ച് നമുക്ക് കൂടെ പറയേണ്ടി വരും. കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കവുമുണ്ട് എന്ന് പറയുന്നത് പോലെ, അല്ലേ? എന്തൊക്കെയാണ് ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർ? ഒത്തിരി ഗുണങ്ങൾ പഠിച്ചു. ഒറ്റ മാനേജ്മെൻറ്റ് കീഴിൽ, ഒറ്റ റൂഫിന് കീഴിൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെ വ്യത്യസ്ത വെറൈറ്റി ഓഫ് ഐറ്റംസ് അവർ വിൽക്കുന്നു. അവർ പ്രൊഡ്യൂസറിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കുന്നു. വെറൈറ്റി ഓഫ് ഐറ്റംസ് അവർ കൊടുക്കുകയാണ്. കൺവീനിയൻസ് ഇൻ ബൈയിങ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ഹോം ഡെലിവറി, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, അല്ലേ? മാത്രമല്ല ആവശ്യമായിട്ടുള്ള ഏകദേശം എല്ലാ സാധനങ്ങളും ഒറ്റ പർച്ചേസിൽ തന്നെ നമുക്ക് നടത്താൻ സാധിക്കുന്നു. പ്രൊമോഷൻ
അഡ്വർടൈസിങ്ങിന് ഒത്തിരി തുക അവർക്ക് ചിലവാക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ബിസിനസ്സിൽ അവരെന്ത് ചിലവാക്കിയാലും അത് ആരിൽ നിന്ന് ഈടാക്കും? കസ്റ്റമേഴ്സിൽ നിന്ന് അവരെന്ത് ചെയ്യും? ഈടാക്കും. പരസ്യത്തിന് വേണ്ടി അവർ കൂടുതൽ പൈസ ചിലവാക്കിയാൽ അത്രയും പൈസ അവരെവിടെ നിന്ന് ഈടാക്കും? ആ സാധനത്തിൻ്റെ വിലയിൽ ചാർജ് ചെയ്ത് കസ്റ്റമേഴ്സിൽ നിന്ന് ഈടാക്കും. സന്തൂർ സോപ്പിൻ്റെ പരസ്യം, അതിന് അത്രയും പരസ്യം ഉണ്ടെങ്കിൽ ആ പരസ്യത്തിൽ അഭിനയിച്ച നടിക്കും മറ്റ് എക്സ്പെൻസിനെല്ലാം കൂടെ ഈടാക്കിയ പൈസ അവരെന്ത് ചെയ്യും? ആ ഉൽപ്പന്നത്തിൽ ചാർജ് ചെയ്യും. അത്രയേ ഉള്ളൂ, അല്ലേ? വേറെ എന്താണ് ചെയ്യുന്നത്? അല്ലാതെ മോക്ഷത്തിന് വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. നഷ്ടത്തിന് വേണ്ടി ആരും നഷ്ടക്കച്ചവടം ആരും ഒരിക്കലും ചെയ്യില്ല, അല്ലേ? ഒരു ഉൽപ്പന്നം നിങ്ങൾ കടയിൽ നിന്ന് 1 രൂപയ്ക്ക് വാങ്ങിക്കും. തീപ്പെട്ടി 1 രൂപ, അല്ലേ? 1 രൂപ അതിൽ കുറേ തീപ്പെട്ടി കൊള്ളിയാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയാൾ എന്ത് നഷ്ടം സഹിച്ചായിരിക്കും നമുക്ക് തരുന്നത്, അല്ലേ? 1 രൂപയ്ക്ക് നിങ്ങൾക്കൊരു സാധനം നിങ്ങളുടെ കയ്യിൽ എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉൽപ്പാദന ചിലവ് 10ഓ 20ഓ പൈസയായിരിക്കും, പൈസ. അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കും, ഈ തീപ്പെട്ടി എങ്ങനെയാണ് സാറ് പറഞ്ഞതുപോലെ 10 20 പൈസയ്ക്ക് നിങ്ങൾ ചിന്തിക്കണം, 1 2 തീപ്പെട്ടി അല്ല അവിടെ ഉണ്ടാക്കുന്നത്, അല്ലേ? ലക്ഷക്കണക്കിനായിരിക്കും അവരുണ്ടാക്കുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിന് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടോട്ടൽ കോസ്റ്റിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ത് ചെയ്യും? കുറഞ്ഞിരിക്കും. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ലാക്ക് ഓഫ് പേഴ്സണൽ അറ്റൻഷൻ. വ്യക്തി ശ്രദ്ധകളൊന്നുമില്ല. ഇപ്പം നമുക്കറിയാം, നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരെല്ലാം അറിയാം. ടൗണിൽ അങ്ങനെ ഉണ്ടോ? വരുത്തരാണല്ലേ എല്ലാം. വരുന്നു, ഒരു ദിവസം വരുന്നയാളും അടുത്ത ദിവസം വരില്ല. അപ്പോൾ ഇവിടെ വ്യക്തിപരമായിട്ട് ഒരു ശ്രദ്ധയില്ല. ആൾക്കാർ വരുന്നു, പേഴ്സണൽ കോൺടാക്റ്റ് പോലും ഇല്ല, അല്ലേ? ആൾക്കാരെ മുഖത്ത് പോലും നോക്കില്ല. അവർ സാധനങ്ങളിലാണ് നോക്കുന്നത്. എടുക്കാനുള്ള സാധനങ്ങൾ നല്ലതാണോ അത് നോക്കുന്നു, ഇതൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ പേഴ്സണൽ അറ്റൻഷൻ ഒന്നും ഇവിടെ ഇല്ല. ബിക്കോസ് ഓഫ് ദ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ്, വളരെ വലിയ അളവിലാണ് ഇവിടെ ഇടപാടുകൾ നടക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പ്രൊവൈഡ് ആഡിക്വേറ്റ് പേഴ്സണൽ അറ്റൻഷൻ ടു ദ കസ്റ്റമേഴ്സ് ഇൻ ദീസ് സ്റ്റോഴ്സ്. ഈ സ്റ്റോറുകളിൽ ഉപഭോക്താക്കൾക്ക് വ്യക്തിപരമായ ശ്രദ്ധ നൽകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പേഴ്സണൽ അറ്റൻഷൻ ഇവിടെ പലപ്പോഴും കസ്റ്റമേഴ്സിന് കൊടുക്കാൻ സാധിക്കാറില്ല. 2, ഹൈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറ് ബിസിനസ് നടത്തുന്നത് വെരി ലാർജ് സ്കെയിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ റണ്ണിങ് കോസ്റ്റ് വളരെ എക്സ്പെൻസീവാണ്, അല്ലേ? വളരെ ഹ്യൂജ് ആയിരിക്കും. അവരുടെ സാലറിക്ക് വേണ്ടി ഒരു നല്ല തുക അവർ ചിലവാക്കുന്നു. റെൻറ്റ്, അതുപോലെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ അത് അവരുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. ദീസ് കോസ്റ്റ്, ഈ ചിലവുകൾ, ഈ പറഞ്ഞ ചിലവുകൾ ഇൻ ടേൺ മേക്ക് ദ പ്രൈസസ് ഓഫ് ദ ഗുഡ്സ് ഹൈ. അപ്പോൾ നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുന്തോറും സാധനങ്ങളുടെ വിലയും എന്ത് ചെയ്യും? കൂടും, അല്ലേ? ഈ സ്ഥാപനങ്ങൾക്ക് ചിലവുണ്ടാകുമ്പോൾ അവർ ആ പൈസ അവർ കസ്റ്റമേഴ്സിൽ നിന്നായിരിക്കുമല്ലോ ഈടാക്കുന്നത്, അല്ലേ? അപ്പോൾ ഉൽപ്പന്നങ്ങൾക്ക് എന്തായിരിക്കും? വില എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കടകളിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ, സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ സാധനങ്ങൾക്ക് വില കൂടുതലായിരിക്കും. കാരണം എന്താണ്? ഒത്തിരി കാലം ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ അടച്ചിട്ടിരുന്നു. കസ്റ്റമേഴ്സിന് ഒത്തിരി കച്ചവടക്കാർക്ക് ഒത്തിരി നഷ്ടമുണ്ടായി. ഈ നഷ്ടം അവർക്ക് ഈടാക്കണം, അല്ലേ? അതുകൊണ്ട് തന്നെ, പക്ഷേ ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ വിചാരിക്കും, സാർ എന്ത് പറഞ്ഞാലും MRP അവർക്ക് കൂട്ടി വിൽക്കാൻ പറ്റില്ലല്ലോ. അതൊരിക്കലും പറ്റില്ല. MRP കൂട്ടി വിൽക്കാൻ പറ്റില്ല. പക്ഷേ പണ്ട് നമുക്ക് ചെറിയ ഇളവുകളൊക്കെ അവർ ചിലപ്പോൾ തരുമായിരുന്നു കാണും, അല്ലേ? 5 രൂപയോ 10 രൂപയൊക്കെ ചിലപ്പോൾ ചെരുപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് തരുമായിരുന്നു. പക്ഷേ ഇപ്പോഴവരെന്ത് ചെയ്യുന്നു? കറക്റ്റ് MRP തന്നെ തരും, അല്ലേ? കാരണം അവർക്ക് മുതലാക്കണ്ടേ അത്. ഹൈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. നെക്സ്റ്റ്, ഹൈ പോസിബിലിറ്റി ഓഫ് ലോസ്. ഇവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ലാർജ് സ്കെയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹ്യൂജ് ആയിരിക്കും, അല്ലേ? ഒരു തീപിടുത്തമോ ഒരു മോഷണമോ, അല്ലേ? എന്തെങ്കിലുമൊക്കെ, അതായത് സാധ്യത വളരെ കുറവാണ്. എങ്കിലും കോട്ടയ്ക്കകത്തുള്ള, അല്ലേ, നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള പോത്തീസിൻ്റെ ഒരു ഗോഡൗണിൽ ഏകദേശം 1-1.5 വർഷം മുമ്പ് ഒരു തീപിടുത്തം നടന്നിട്ടുണ്ട്. അത് അവരിട്ടതാണോ തീ പിടിച്ചതാണോ എന്നറിയില്ല. എന്തായാലും ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പോലീസ് പറയുന്നത്, അല്ലേ? എന്തായിരുന്നാലും അന്ന് നല്ല നഷ്ടം ഉണ്ടായിട്ടുണ്ട് അവിടെ. ബിസിനസ്സുകാർ എന്തിനാണ് തീയിടുന്നത്? ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ വേണ്ടിയായിരിക്കും, അല്ലേ? പക്ഷേ ഇൻഷുറൻസുകാർ എല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ ക്ലെയിം അഡ്മിറ്റ് ചെയ്യുകയുള്ളൂ. പരിശോധിക്കുന്ന സമയത്ത് കച്ചവടക്കാരൻ ഇട്ടെന്ന് അറിയിക്കാനേ വാദി പ്രതിയാവും. അവസാനം കച്ചവടക്കാരൻ ജയിലിനകത്ത് കിടക്കേണ്ടി വരും, അല്ലേ? ഓക്കെ, നെക്സ്റ്റ്, ഇൻകൺവീനിയൻ്റ് ലൊക്കേഷൻ. ഒരു ടൗണിൻ്റെ കേന്ദ്ര ഭാഗത്തായിരിക്കും, അല്ലേ? പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് നാട്ടിൻപുറത്തുള്ളവർക്ക് അങ്ങ് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടായിരിക്കും. ടൗണിലുള്ളവർക്ക് സൗകര്യമായിരിക്കും. മാത്രമല്ല ഒത്തിരി പാർക്കിംഗ് പ്രശ്നങ്ങളൊക്കെ. പോത്തീസിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ചില ദിവസം പോത്തീസിൻ്റെ, അല്ലേ, ഓണത്തെ സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്തീസിൻ്റെയോ രാമേന്ദ്രൻസിൻ്റെയോ ഫ്രണ്ടിൽ ഒരു 5-6 പോലീസിനെ അഡീഷണൽ ഇടേണ്ടി വരും. കാര്യം എന്താണ്? പുതിയ പടം തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത് പോലെ ആയിരിക്കും ഈ കടയുടെ ഫ്രണ്ടിലുള്ള തിരക്കെന്ന് പറയുന്നത്. കാരണം അത്രയ്ക്ക് തിരക്കായിരിക്കും, അല്ലേ?
ഭയങ്കര ഈ കോവിഡ് ഇപ്പം ആയതുകൊണ്ടാണ് ഇങ്ങനെ. അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ അവിടെ എന്ത് കാല് കുത്താൻ സ്ഥലം കിട്ടൂലായിരുന്നു അല്ലെ, അത്രയ്ക്ക് തിരക്കായിരിക്കും അല്ലേ. അപ്പോൾ ഇൻകൺവീനിയൻറ്റ് ലൊക്കേഷൻ നോക്കാം. ദ സെൻട്രൽ ലൊക്കേഷൻ ഓഫ് ദ സ്റ്റോർ മേക്ക് ഇറ്റ് കൺവീനിയൻറ്റ് ഫോർ ദ കസ്റ്റമേഴ്സ് ഹു റിസൈഡ് ഫ്രം ഇറ്റ്. അപ്പോൾ ഈ നാട്ടിൻപുറത്തൊക്കെ അല്ലെങ്കിൽ ഈ കടയിൽ നിന്നൊക്കെ ദൂരെ താമസിക്കുന്നവർക്ക് അവിടെ എത്തിച്ചേരുക ഇൻകൺവീനിയൻറ്റ് അല്ലേ, ബുദ്ധിമുട്ടായിരിക്കും. ഓൾസോ ഇറ്റ് സഫേഴ്സ് ഫ്രം ട്രാഫിക് പ്രോബ്ലംസ് ആൻഡ് പാർക്കിംഗ് ഫെസിലിറ്റീസ്. പലപ്പോഴും വരുന്നവർക്കെല്ലാം പാർക്കിംഗ് ഫെസിലിറ്റീസ് ഒരുക്കുക എന്ന് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ രാമേന്ദ്രൻസ് എടുത്താലും പോത്തീസ് എടുത്താലും അവിടെയൊക്കെ പാർക്കിംഗ് സൗകര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അത് പലപ്പോഴും അപര്യാപ്തമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർ എന്താണെന്ന് മനസ്സിലായി കാണും. വെരി ലാർജ് സ്കെയിലായിരിക്കും. ഒറ്റ മാനേജ്മെൻറ്റിന് കീഴിൽ, ഒറ്റ റൂഫിന് കീഴിൽ ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റുകൾ മുഖേന വെറൈറ്റി ഓഫ് ഗുഡ്സ് അവരെന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കൈകാര്യം ചെയ്യുന്ന വ്യത്യസ്ത സാധനങ്ങളായിരിക്കും. ഇതിൻ്റെ അഡ്വാൻറ്റേജസ്: attract large number of customers, convenience in buying, attractive services, economy of large scale operations, promotion of sales. പോരായ്മകൾ: lack of personal attention, high operating cost, high possibility of loss, inconvenient location. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫിക്സഡ് ഷോപ്പ് ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് 6 ഉണ്ട്. അല്ല, ഒന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മൾട്ടിപ്പിൾ ഷോപ്പ്. ഫസ്റ്റ് പഠിച്ചു എന്താണ് ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർ. രണ്ടാമത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മൾട്ടിപ്പിൾ ഷോപ്സ് ഓർ ചെയിൻ സ്റ്റോഴ്സ്. മൾട്ടിപ്പിൾ ഷോപ്സ് അല്ലെങ്കിൽ ചെയിൻ സ്റ്റോഴ്സ്. ഈ മൾട്ടിപ്പിൾ ഷോപ്പ് അല്ലെങ്കിൽ ചെയിൻ സ്റ്റോഴ്സ്, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത ശാഖകൾ മുഖേന ഒരു മാനേജ്മെൻറ്റ്, ഒരു ഓണർഷിപ്പ് അല്ലേ, ഒരു ഉടമസ്ഥൻ, ഒരു മാനേജ്മെൻ്റ് ആയിരിക്കും ഉള്ളത്. അവർ രാജ്യത്തുടനീളം എന്ത് ചെയ്യുന്നു, പല സ്ഥലങ്ങളിലും അവരുടെ ശാഖകൾ ഓപ്പൺ ചെയ്യും. ആ ശാഖകളിലൂടെ അവർ എന്ത് ചെയ്യും, അവരുടെ ഉൽപ്പന്നങ്ങൾ അവർ വിൽക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ചിലപ്പോൾ ഈ ഉടമസ്ഥൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ തന്നെയായിരിക്കും, ഉൽപ്പാദകൻ തന്നെയായിരിക്കും. ആ ഉൽപ്പാദിപ്പിച്ചിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ അവരുടെ കടയിൽ കൂടെ വിൽക്കുന്നത്. ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കുന്നവരായിരിക്കും. എന്നിരുന്നാലും രാജ്യത്തുടനീളം അല്ലെങ്കിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഓപ്പൺ ചെയ്യുന്ന വ്യത്യസ്ത ശാഖകളിലൂടെ, ഇവിടെ ഈ മൾട്ടിപ്പിൾ ഷോപ്പിൻ്റെ പ്രത്യേകത, ഇവരുടെ എല്ലാ ബ്രാഞ്ചും കണ്ട ഒരുപോലെ ഇരിക്കും. എല്ലാ അറേഞ്ച്മെൻറ്റ്, സാധനങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നാലും അവരുടെ നെയിം ബോർഡ് അല്ലെ, നെയിം പ്ലേറ്റ് അത് വയ്ക്കുന്നതായിരുന്നാലും വിലയുടെ കാര്യമായിരുന്നാലും എല്ലാം ഒരുപോലെ ഇരിക്കും. എല്ലാ കാര്യങ്ങളും, വിൻഡോ ഡിസ്പ്ലേ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും. ബാറ്റ ഷൂ ഉണ്ട് അല്ലേ, റെയ്മൺസ് ഡ്രസ്സ്, ഇതൊക്കെ ഇവിടുത്തെ ആ കടകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കെന്ന് പറയാം, അവരെല്ലാം തിരുവനന്തപുരത്ത് ഒരു ഷോറൂം ഉണ്ടെങ്കിലും, കൊച്ചിയിലൊരു ഷോറൂം ഉണ്ടെങ്കിലും, പാറശാല ഒരു ഷോറൂം ഉണ്ടെങ്കിലും, എറണാകുളത്തുണ്ടെങ്കിലും, ഇന്ത്യക്ക് വെളിയിലുണ്ട്, കേരളത്തിന് വെളിയിലുണ്ടെങ്കിലും, എവിടെ ഉണ്ടെങ്കിലും ബാറ്റ അല്ലെ എഴുതിയിരിക്കുന്നതും അവരുടെ പേരിൻ്റെ എഴുതിയിരിക്കുന്ന കളറും അവർ ആ അറേഞ്ച് ചെയ്തിരിക്കുന്നതും വിലയും ഏകദേശം ഒരുപോലെ ഇരിക്കും. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ച ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത് അല്ലേ, ഒരു സ്ഥലത്ത് ഒരു പ്ലേസിലാണ് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെ വ്യത്യസ്ത സാധനങ്ങൾ വിൽക്കുന്നു. മൾട്ടിപ്പിൾ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ തരത്തിലുള്ള സാധനമായിരിക്കും അവർ ഡീൽ ചെയ്യുന്നത് സാധാരണ. പക്ഷേ ഇവർ ഡീൽ ചെയ്യുന്നത് ഒരു സ്ഥലത്ത് അല്ല അല്ലേ, പല സ്ഥലങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന പല ശാഖകൾ മുഖേനയാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. ഒറ്റ മാനേജ്മെൻ്റാണ് ഇതിനുള്ളത് അല്ലേ. മൾട്ടിപ്പിൾ ഷോപ്പ് ഈസ് എ ലാർജ് സ്കെയിൽ, ഇതും ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഓർഗനൈസേഷൻ തന്നെയാണ്. വലിയ അളവിലായിരിക്കും എന്ത് ചെയ്യുന്നത്, സാധനങ്ങൾ വാങ്ങിക്കുന്നത്. സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കും. ഒരുമിച്ച് വാങ്ങിച്ചതിന് ശേഷം വ്യത്യസ്ത ശാഖകളിലേക്ക് അവരെന്ത് ചെയ്യുന്നു, സപ്ലൈ ചെയ്യും. ഒരു ഗുണമെന്ന് പറയുന്നത്, ഒരു ശാഖയിൽ സാധനം കുറവുണ്ടെങ്കിൽ മറ്റൊരു ബ്രാഞ്ചിൽ നിന്ന് സാധനം എന്ത് ചെയ്യാൻ സാധിക്കും, എടുക്കാൻ സാധിക്കും. കാരണം എന്താണ്, ഒറ്റ ഓണറാണല്ലോ അല്ലേ, ഉടമസ്ഥന് എല്ലാത്തിൻ്റെ ഉടമസ്ഥനും ഒന്നാണ്. അതുകൊണ്ട് ഒരിടത്ത് സാധനം കൂടുതലുണ്ടെങ്കിൽ ആ കൂടുതലുള്ളത് കുറവുള്ള ഒരു ബ്രാഞ്ചിലോട്ട് അവർക്ക് എന്ത് ചെയ്യാം, മാറ്റാൻ സാധിക്കും. ഒരിടത്ത് കുറവാണെങ്കിൽ കൂടുതലുള്ളതെന്ന് എന്ത് ചെയ്യാൻ, കളക്ട് ചെയ്യാൻ സാധിക്കും. കാരണം എല്ലാം ഒറ്റ മാനേജ്മെൻ്റ് ആണല്ലോ. ഓക്കെ, മൾട്ടിപ്പിൾ ഷോപ്പ് ഈസ് എ ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഓർഗനൈസേഷൻ വിത്ത് എ നമ്പർ ഓഫ് ബ്രാഞ്ചസ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്, വ്യത്യസ്ത സ്ഥലങ്ങളിൽ.
അണ്ടർ വൺ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ആൻഡ് ഡീലിംഗ് ഇൻ വൺ ലൈൻ ഓഫ് പ്രൊഡക്റ്റ്. ഇത്രയുമാണ് മൾട്ടിപ്പിൾ ഷോപ്പിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ഷോപ്പ് എന്ന് പറയുന്നത് ഒരു ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഓർഗനൈസേഷൻ, വലിയ അളവിൽ കച്ചവടം നടത്തുന്ന, ചില്ലറ കച്ചവടം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. വിത്തിൻ എ നമ്പർ ഓഫ് ബ്രാഞ്ചസ്, ഒത്തിരി ശാഖകൾ അവർക്കുണ്ടായിരിക്കും അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്, പല സ്ഥലങ്ങളിലായിട്ട്. അണ്ടർ വൺ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്, ഒറ്റ ഉടമസ്ഥനെ ഇതിന് കാണുകയുള്ളൂ. ആൻഡ് ഡീലിംഗ് ഇൻ വൺ ലൈൻ ഓഫ് പ്രൊഡക്റ്റ്. ബാറ്റ ഷൂസ് ഐറ്റംസ് ആണ് അവർ, ചെരുപ്പ് ഐറ്റംസ് ആണ് അവർ കൈകാര്യം ചെയ്യുന്നത്, അല്ലേ? ദീസ് സ്റ്റോഴ്സ് ആർ ഐഡൻറ്റിക്കൽ. ഈ സ്റ്റോറുകൾ, മൾട്ടിപ്പിൾ ഷോപ്പുകൾ അല്ലെങ്കിൽ ചെയിൻ സ്റ്റോറുകൾ ഐഡൻറ്റിക്കൽ. എന്താണ് ഐഡൻറ്റിക്കൽ എന്ന് പറയുന്നത്? ഒരുപോലെ, സമാനമാണ് ഇൻ ദെയർ അപ്പിയറൻസ്. പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ബാറ്റ ഷോറൂമിൻ്റെ കടകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും, എഴുത്തും എല്ലാ കാര്യങ്ങളും. അപ്പിയറൻസിൽ അവർ ഐഡൻറ്റിക്കലാണ്, ഒരുപോലെ ഇരിക്കുന്നു. സൈൻ ബോർഡ്സ് ആൻഡ് ഇൻറ്റീരിയർ ഡെക്കറേഷൻ, കടയ്ക്കകത്ത് സാധനങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കുന്നതായിരുന്നാലും അവരുടെ പേരെഴുതുന്ന നെയിം ബോർഡ്, അല്ലേ, അല്ലെങ്കിൽ സൈൻ ബോർഡായിരുന്നാലും എല്ലാ കാര്യങ്ങളും ഐഡൻറ്റിക്കലായിരിക്കും. അണ്ടർ ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് എ നമ്പർ ഓഫ് ഷോപ്സ് വിത്ത് എ സിമിലർ അപ്പിയറൻസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ലൊക്കാലിറ്റീസ് സ്പ്രെഡ് ഓവർ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്ത് വ്യാപിച്ചു കിടക്കുന്ന തരത്തിൽ പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവരുടെ ശാഖകൾ അവർ ഓപ്പൺ ചെയ്ത് കച്ചവടം നടത്തുന്നത്. മൾട്ടിപ്പിൾ ഷോപ്സ് ആർ ഓർഗനൈസ്ഡ് ബൈ ദ മാനുഫാക്ചറേഴ്സ് ടു എലിമിനേറ്റ് മിഡിൽമെൻ. മൾട്ടിപ്പിൾ ഷോപ്സ് ഓർഗനൈസ് ചെയ്യുന്നത് ചിലപ്പോൾ സാധാരണ മാനുഫാക്ചറേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ ഹോൾസെയിലേഴ്സും ആയിരിക്കും. ഇതിനു വേണ്ടി ഇടനിലക്കാരെ ഒഴിവാക്കുന്നതിലേക്ക് വേണ്ടി. ഇൻ എ മൾട്ടിപ്പിൾ ഷോപ്പ് ദർ ഈസ് യൂണിഫോമിറ്റി. മൾട്ടിപ്പിൾ ഷോപ്പിൻ്റെ പ്രത്യേകത അഡ്വർടൈസ്മെൻറ്റ്, വിൻഡോ ഡിസ്പ്ലേ, ഇൻറ്റീരിയർ ഡിസ്പ്ലേ, എല്ലാ കാര്യത്തിലും യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും. ഉദാഹരണം ബാറ്റ ഷൂ കമ്പനി, ബോംബെ ഡൈയിങ് ഷോറൂം, ബിഗ് ബസാർ, കോഫി ഡേ, റെയ്മണ്ട്സ്, KFC. അപ്പോൾ ഇതൊക്കെ മൾട്ടിപ്പിൾ ഷോപ്പുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ അവിടെ സാധാരണഗതിയിൽ കൈകാര്യം ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സംശയം ഉണ്ടാകാം, ബിഗ് ബസാർ അവിടെ ഇപ്പോൾ ഒരു തരത്തിലുള്ള സാധനം അല്ലല്ലോ കൈകാര്യം ചെയ്യുന്നത്, അല്ലേ? എങ്കിലും ബിഗ് ബസാറിൽ നോർമൽ കേസിൽ ഒരു തരത്തിലുള്ള സാധനങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന കടകളും ഉണ്ട് അവർക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ്: ഒന്ന്, കൺവീനിയൻ്റ് ലൊക്കേഷൻ ഫോർ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് സാധനങ്ങൾ വാങ്ങിക്കാൻ കുറേ കൂടെ കൺവീനിയൻ്റ് ആണ്. കാരണം ബാലരാമപുരത്ത് ബാറ്റയുടെ ഒരു ഷോറൂമുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, പട്ടത്തുണ്ട്, പാറശാലയുണ്ട്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോയി വാങ്ങിക്കാൻ സൗകര്യപ്രദമായിരിക്കും. അതേസമയത്ത് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ ആണെങ്കിലോ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ തിരുവനന്തപുരത്താണുള്ളത്, അല്ലേ, വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ ഉണ്ടെങ്കിൽ. അല്ലാതെ ഇവിടെയൊന്നുമില്ല. ഓക്കെ, രണ്ടാമത്തെ ഫീച്ചർ സെൻട്രലൈസ്ഡ് ബൈയിങ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് സെല്ലിംഗ്. സെൻട്രലൈസ്ഡ് കേന്ദ്രീകൃതമായിട്ടുള്ള വാങ്ങൽ. അപ്പോൾ മൾട്ടിപ്പിൾ ഷോപ്പുകളുടെ ഉടമസ്ഥർ അവർ ഒന്നുകിൽ ഉൽപ്പാദകരായിരിക്കും. ഇനി അവർ ഉൽപ്പാദകരല്ലെങ്കിൽ അവർ സാധനങ്ങൾ വാങ്ങിക്കുന്നത് എല്ലാവർക്കും, എല്ലാ ശാഖകൾക്കും ബ്രാഞ്ചുകൾക്കും വേണ്ടി അവർ ഒരുമിച്ച് സാധനങ്ങൾ വാങ്ങിക്കും. അതിന് ഡീസെൻട്രലൈസ്ഡ്, അല്ലേ, വാങ്ങിച്ചതിന് ശേഷം ഓരോ ശാഖകൾക്കുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വ്യത്യസ്ത ശാഖകളിലൂടെ ആയിരിക്കും വിൽക്കുന്നത്. സെൻട്രലൈസ്ഡ് ബൈയിങ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് സെല്ലിംഗ്. നെക്സ്റ്റ്, സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് ആൻഡ് യൂണിഫൈഡ് സിസ്റ്റം ഓഫ് കൺട്രോൾ. ഏകീകൃതമായിട്ടുള്ള ഒരു നടത്തിപ്പ്, എല്ലാ ശാഖകളെയും മാനേജ് ചെയ്യുന്നത് ഒറ്റ മാനേജ്മെൻ്റ് ആയിരിക്കും. ഫോളോസ് ക്യാഷ് ആൻഡ് ക്യാരി പ്രിൻസിപ്പിൾ. കടത്തിന് സാധനം ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിൽ കൊടുക്കുന്നത് പോലെ കടത്തിന് സാധനം അവർ കൊടുക്കാറില്ല. ക്യാഷ് ആൻഡ് ക്യാരി പ്രിൻസിപ്പിൾ, രൊക്കത്തിന് മാത്രമേ സാധനം കൊടുക്കാറുള്ളൂ. നെക്സ്റ്റ്, യൂണിഫോമിറ്റി ഇൻ ഷോപ്സ് ഡിസൈൻ ആൻഡ് ലേ ഔട്ട്. എല്ലാ അറേഞ്ച്മെൻറ്റിലും എന്ത് ചെയ്യുന്നു, ഇൻ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇല്ല കേട്ടോ, അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളേ. യൂണിഫോമിറ്റി. ഓക്കെ, അത് പോകുന്നില്ല. ഓക്കെ, യൂണിഫോമിറ്റി ഇൻ ഷോപ്സ് ഡിസൈൻ ആൻഡ് ലേ ഔട്ട്. പ്രോപ്പർ ഇൻസ്പെക്ഷൻ ഫ്രം ഹെഡ് ഓഫീസ് എൻഷുവേഴ്സ് ദ സ്മൂത്ത് ഫങ്ഷനിങ്. പിന്നെ മെയിൻ ഓഫീസിൽ നിന്ന്, ഹെഡ് ഓഫീസിൽ നിന്ന് ഈ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നു, പരിശോധനകൾ ഉണ്ടാവും, അല്ലെ, ശാഖകളുടെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഫലമായിട്ട് വളരെ സ്മൂത്തായിട്ട് എന്ത് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ സാധിക്കുന്നു. ഇനി എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് മൾട്ടിപ്പിൾ ഷോപ്പുകൾക്കുള്ളത്? മൾട്ടിപ്പിൾ ഷോപ്സ് ഓഫേഴ്സ് വേരിയസ് അഡ്വാൻറ്റേജസ് ടു ദ കൺസ്യൂമർ. ഉപഭോക്താക്കൾ വ്യത്യസ്ത ഗുണങ്ങൾ ഓഫർ ചെയ്യും. എന്തൊക്കെയാണ്? ഒന്ന്, എക്കോണമീസ് ഓഫ്
സ്കെയിൽ വലിയ അളവിൽ മൾട്ടിപ്പിൾ ഷോപ്പ് വലിയ അളവിൽ ഉൽപ്പാദകൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നു അല്ലേ. ആസ് ദർ ഈസ് സെൻട്രൽ പ്രൊക്യൂർമെൻറ്റ്, ദ മൾട്ടിപ്പിൾ ഷോപ്പ് ഓർഗനൈസേഷൻ എൻജോയ്സ് ദ എക്കോണമീസ് ഓഫ് സ്കെയിൽ. വലിയ അളവിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ എക്കോണമീസ് ഓഫ് സ്കെയിൽ അല്ലേ, എന്താണ് അതിൻ്റെ സാമ്പത്തിക നേട്ടം എന്ത് ചെയ്യുന്നു, അവർക്ക് കിട്ടുന്നു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ എല്ലാ ശാഖകൾ മുഖേനയും വിൽക്കുന്നതിലേക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവർ സെൻട്രൽ പ്രൊക്യൂർമെൻറ്റ് അല്ലേ ഒരുമിച്ചാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഒത്തിരി വില കുറച്ച് സാധനങ്ങൾ കിട്ടും. 2, എലിമിനേഷൻ ഓഫ് മിഡിൽമെൻ. ഇടനിലക്കാരെ ഇവർ സാധാരണ സാധനങ്ങൾ ഒന്നുകിൽ പ്രൊഡ്യൂസർ ആയിരിക്കും ഇത് നടത്തുന്നത്, അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ നേരിട്ട് എവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കും, പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഇടനിലക്കാരെ അവരെന്ത് ചെയ്യുന്നു, ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് സാധനങ്ങൾ താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് കടകളിൽ വിൽക്കാൻ സാധിക്കുന്നു. ബൈ സെല്ലിംഗ് ഡയറക്ട്ലി ടു കൺസ്യൂമേഴ്സ്, ദ മൾട്ടിപ്പിൾ ഷോപ്പ് ഓർഗനൈസേഷൻ ഈസ് ഏബിൾ ടു എലിമിനേറ്റ് അൺനെസസറി മിഡിൽമെൻ ഇൻ ദ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അനാവശ്യമായിട്ടുള്ള ഇടനിലക്കാരെ ഒഴിവാക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, നോ ബാഡ് ഡെറ്റ്. കിട്ടാക്കടമില്ല. കാരണം എന്താണ്, കടത്തിന് ഇവർ സാധനം കൊടുക്കാറില്ല, അതുകൊണ്ട് ബാഡ് ഡെറ്റ് ഇല്ല. സിൻസ് ഓൾ ദ സെയിൽസ് ഇൻ ദീസ് ഷോപ്സ് ആർ മെയ്ഡ് ഓൺ ക്യാഷ് ബേസിസ്, ദർ ആർ നോ ലോസസ് ഓൺ അക്കൗണ്ട് ഓഫ് ബാഡ്. കിട്ടാക്കടം മൂലം നഷ്ടമൊന്നും ഉണ്ടാവുന്നില്ല. നെക്സ്റ്റ്, ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ്. ഒരു ശാഖയിൽ സെയിൽ കുറവോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വരികയാണെങ്കിൽ അവിടെ നിന്ന് സെയിൽ കൂടുതലുള്ള ശാഖയിലേക്ക് സാധനം എന്ത് ചെയ്യാൻ സാധിക്കും, ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ദ ഗുഡ്സ് നോട്ട് ഇൻ ഡിമാൻഡ് ഇൻ എ പർട്ടിക്കുലർ ലൊക്കാലിറ്റി. അത് ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ സാധനങ്ങൾക്ക് അത്ര ഡിമാൻഡ് ഇല്ലെങ്കിൽ മേ ബി ട്രാൻസ്ഫേർഡ് ടു അതർ ലൊക്കാലിറ്റി വെയർ ഇറ്റ് ഈസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡ് കൂടുതലുള്ള മറ്റൊരു ലൊക്കാലിറ്റിയിലൂടെ എന്ത് ചെയ്യാം, സാധനങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. കാരണം ഇതെല്ലാം ഒരു ഉടമസ്ഥൻ്റെ ആണല്ലോ. ദിസ് റെഡ്യൂസസ് ദ ചാൻസസ് ഓഫ് ഡെഡ് സ്റ്റോക്ക് ഇൻ ദീസ് ഷോപ്സ്. അപ്പോൾ വിൽക്കാതെ അനാവശ്യമായിട്ട് സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ ഇത് സാധിക്കും. ഒരിടത്ത് വിൽപ്പന കുറവാണെങ്കിൽ അവിടെ ഉള്ള കുറേ സാധനങ്ങൾ വിൽപ്പന കൂടുതലുള്ള സ്റ്റോറിലോട്ടങ്ങ് മാറ്റുന്നു. നെക്സ്റ്റ് എന്താണ്, ഡിഫ്യൂഷൻ ഓഫ് റിസ്ക്. ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ വീതിച്ചു പോവുക അല്ലേ, സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ റിസ്ക്, നഷ്ടസാധ്യത. ഇവിടെ ഒരിടത്ത് ഒരു ഷോറൂമിൽ നഷ്ടം ഉണ്ടെങ്കിലും അതെന്ത് ചെയ്യുന്നു, ഒത്തിരി ഷോറൂം ഉള്ളത് കൊണ്ട് ആ നഷ്ടം എന്ത് ചെയ്യുന്നു, മറ്റൊരു ഷോറൂമിലുള്ള ലാഭത്തിൽ സെറ്റ് ഓഫ് ചെയ്തു പോകുന്നു. ഒരിടത്ത് നഷ്ടമാണെങ്കിൽ മറ്റൊരിടത്ത് കുറേ സ്ഥലത്ത് ലാഭമായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ നഷ്ടം കോമ്പൻസേറ്റ് ചെയ്ത് പോകും അവിടെ കിട്ടുന്ന ലാഭത്തിൽ കൂടെ അല്ലേ. ദ ലോസസ് ഇൻകേർഡ് ബൈ വൺ ഷോപ്പ് മേ ബി കവേർഡ് ബൈ പ്രോഫിറ്റ്സ് ഇൻ അതർ ഷോപ്സ്. ഒരിടത്തുള്ള നഷ്ടം മറ്റൊരിടത്തുള്ള ലാഭം എന്ത് ചെയ്യുന്നു, കവർ ചെയ്യുന്നു. റെഡ്യൂസിങ് ദ ടോട്ടൽ റിസ്ക് ഓഫ് എൻ ഓർഗനൈസേഷൻ. അത് സ്ഥാപനത്തിൻ്റെ മൊത്തം റിസ്ക്, നഷ്ടസാധ്യത കുറയ്ക്കുന്നു. നെക്സ്റ്റ്, ലോ കോസ്റ്റ്, ചിലവ് കുറവ്. ഇവർ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആണ് അല്ലേ, നേരിട്ടാണ് ഉൽപ്പാദകൻ്റെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത്, ഇടനിലക്കാരനില്ല. അതുപോലെ തന്നെ പരസ്യം നടത്തുന്നതെല്ലാം എല്ലാ മൾട്ടിപ്പിൾ ഷോപ്പുകൾക്കും ഉപയോഗപ്രദമാകുന്നു. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ഷോപ്പുകൾക്ക് ബിസിനസ് നടത്താനുള്ള ചിലവ് കുറവാണ് സാധാരണ. ബിക്കോസ് ഓഫ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ്, എലിമിനേഷൻ ഓഫ് മിഡിൽമെൻ, സെൻട്രലൈസ്ഡ് പ്രൊമോഷൻ ഓഫ് സെയിൽസ് ആൻഡ് ഇൻക്രീസ്ഡ് സെയിൽസ്, ദ മൾട്ടിപ്പിൾ ഷോപ്സ് ഹാവ് ലോവർ കോസ്റ്റ് ഓഫ് ബിസിനസ്. അവരുടെ ചിലവ് കുറവായിരിക്കും. ഫ്ലെക്സിബിലിറ്റി, അയവുള്ളത്. അണ്ടർ ദിസ് സിസ്റ്റം ഇഫ് എ ഷോപ്പ് ഈസ് നോട്ട് ഓപ്പറേറ്റിംഗ് അറ്റ് എ പ്രോഫിറ്റ്. ഈ സിസ്റ്റത്തിൽ ഒരു ഷോപ്പ് ലാഭത്തിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആ ഷോപ്പിനെ ക്ലോസ് ചെയ്യാം. എന്നിട്ട് അതിനെന്ത് ചെയ്യുക, തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന അവിടെയൊക്കെ അതിൻ്റെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാം. ദ മാനേജ്മെൻറ്റ് മേ ഡിസൈഡ് ടു ക്ലോസ് ഇറ്റ്, അങ്ങനെ പൂട്ടാം. ഓർ ഷിഫ്റ്റ് ഇറ്റ് ടു സം അതർ പ്ലേസ് വിത്തൗട്ട് റിയലി അഫക്റ്റിംഗ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ. സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള ലാഭത്തെ ബാധിക്കാതെ മറ്റു സ്ഥലത്തോട്ട് മാറ്റാം. ഇനി എന്തൊക്കെയാണ് അവരുടെ പോരായ്മകളെന്ന് പറയുന്നത്, മൾട്ടിപ്പിൾ ഷോപ്പിൻ്റെ പോരായ്മകൾ? ഒന്ന്, ലിമിറ്റഡ് സെലക്ഷൻ ഓഫ് ഗുഡ്സ്. വളരെ പരിമിതമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കുള്ളൂ. ചെരുപ്പ്, ഷൂസോ ചെരുപ്പോ അല്ലേ, ചെരുപ്പ് ഐറ്റം ഏതെങ്കിലും ഒരു തരത്തിലുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പോരായ്മ. ആസ് മൾട്ടിപ്പിൾ ഷോപ്സ് ഡീൽ ഇൻ ലിമിറ്റഡ് ലൈൻ ഓഫ് ഗുഡ്സ്, ജനറലി വൺ ബ്രാൻഡ്, സോ ദേ കനോട്ട് ഓഫർ ചോയ്സ് അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു തരത്തിലുള്ള ഒരു കമ്പനിയുടെ സാധനമേ കാണുള്ളൂ. 2, ലാക്ക് ഓഫ് ഇനിഷ്യേറ്റീവ്.
ഈ ഓരോ ബ്രാഞ്ചിൻ്റെയും മാനേജർ ഇപ്പം ഞാൻ പറഞ്ഞു പാറശാല ഒരു ബാറ്റയുടെ ഒരു കടയുണ്ട്, ബാലര അടുത്തുണ്ട്. ഈ ബാലര അടുത്തുള്ള കടയിലെയോ ഈ പാറശാലയുള്ള കടയിലെയോ മാനേജർക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. കാര്യം എന്താണ്? ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഹെഡ് ഓഫീസിൽ നിന്നാണ്. അവർ പറയുന്നത് പോലെയാണ് ഇവരിവിടെ ചെയ്യുന്നത്. അല്ലാതെ ഓരോ ശാഖയിലെയും മാനേജർക്ക് വളരെ പരിമിതമായിട്ടുള്ള അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരു കാര്യത്തിൽ ഒരു മുൻകൈ എടുത്ത് ഒരു കാര്യത്തിലും അയാൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഹെഡ് ഓഫീസിൽ നിന്ന് പറയുന്നതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ദ ബ്രാഞ്ച് മാനേജർ ഹാസ് നോ ഇനിഷ്യേറ്റീവ് ഓഫ് ഹിസ് ഓൺ. സ്വന്തമായിട്ട് ഇനിഷ്യേറ്റീവ് എന്ന് വെച്ചാൽ മുൻകൈ എടുക്കുക. സ്വന്തമായിട്ട് അയാൾക്ക് ഒന്നും അതിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ് ഈസ് സെൻട്രലി കൺട്രോൾഡ്. കേന്ദ്രത്തിൽ നിന്നാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. ആൻഡ് ദ ബ്രാഞ്ച് മാനേജർ ഹാസ് ലിറ്റിൽ പവേഴ്സ്. ബ്രാഞ്ച് മാനേജർ വളരെ കുറച്ച് അധികാരങ്ങളേ ഉള്ളൂ. ഹി കനോട്ട് ചേഞ്ച് ദ പ്രോഡക്റ്റ് ലൈൻ ഓർ മാർക്കറ്റിംഗ് ടെക്നിക്കോ ഉൽപ്പന്നത്തിൻ്റെ തരമോ ഒന്നും ചേഞ്ച് ചെയ്യാനുള്ള അധികാരം അയാൾക്കില്ല. നെക്സ്റ്റ്, ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച്. ഇവിടെയും വ്യക്തിബന്ധങ്ങളൊന്നുമില്ല. ലാക്ക് ഓഫ് ഇനിഷ്യേറ്റീവ് ഇൻ ദ എംപ്ലോയീസ് സംടൈംസ് ലീഡ്സ് ടു ഇൻഡിഫറൻസ് ആൻഡ് ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച് ഇൻ ദം, അല്ലേ? മുൻകൈ എടുക്കാനുള്ള ആ ഒരു ഇത് തൊഴിലാളിക്കൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ തൊഴിലാളിക്കിടയിലുള്ള വ്യക്തിബന്ധങ്ങളും ഒരു പേഴ്സണൽ ടച്ച്, അല്ലേ, ഒരു അകൽച്ച തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാവാൻ സാധിക്കുന്നു. അത് കാരണമാകുന്നു. നെക്സ്റ്റ്, ഡിഫിക്കൽട്ട് ടു ചേഞ്ച് ഡിമാൻഡ്. ഇഫ് ദ ഡിമാൻഡ് ഫോർ ദ മെർക്കൻഡൈസ് ഹാൻഡിൽ ബൈ മൾട്ടിപ്പിൾ ഷോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൾട്ടിപ്പിൾ ഷോപ്പിൽ ഡീൽ ചെയ്യുന്നത് സാധാരണ ഒരു തരത്തിലുള്ള സാധനം, ആ ഒരു പ്രത്യേക തരത്തിലുള്ള സാധനത്തിൻ്റെ ഡിമാൻഡ് മൊത്തത്തിൽ കുറയുകയാണ്. ചെരുപ്പിന് ഡിമാൻഡ് കുറയുകയാണ്. ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കടയിലെയും ചെരുപ്പിന് സെയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലേ? ദ ഡിമാൻഡ് ഫോർ ദ മെർക്കൻഡൈസ് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നം, ഗുഡ്സാണ്. ഹാൻഡിൽഡ് ബൈ മൾട്ടിപ്പിൾ ഷോപ്സ്, എല്ലാ അല്ലേ, മൾട്ടിപ്പിൾ ഷോപ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഉൽപ്പന്നത്തിൻ്റെ വിൽപ്പന ഡിമാൻഡ് ചേഞ്ച് റാപ്പിഡ്ലി, വളരെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഡിമാൻഡ് കുറയുകയാണെങ്കിൽ, ദ മാനേജ്മെൻറ്റ് മേ ഹാവ് ടു സസ്റ്റെയിൻ ഹ്യൂജ് ലോസസ്, വളരെ രൂക്ഷമായ നഷ്ടം അവർക്ക് ഉണ്ടാവാൻ സാധിക്കും. ബിക്കോസ് ഓഫ് ലാർജ് സ്റ്റോക്സ് ലൈങ് അൺസോൾഡ് അറ്റ് ദ സെൽഫ്. കാരണം ഒത്തിരി സാധനം വിൽക്കാതെ അവരുടെ സ്റ്റോറിൽ കെട്ടിക്കിടക്കുന്നുണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ ആ ഒരു പ്രത്യേക തരത്തിലുള്ള സാധനങ്ങൾക്ക് ഡിമാൻഡ് കുറയുകയാണെങ്കിൽ അവർക്ക് ഹ്യൂജ് ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകളെ കുറിച്ചും അതിൻ്റെ അഡ്വാൻറ്റേജസ്, എക്കോണമീസ് ഓഫ് സ്കെയിൽ, എലിമിനേഷൻ ഓഫ് മിഡിൽമെൻ, നോ ബാഡ് ഡെറ്റ്, ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ്, ഡിഫ്യൂഷൻ ഓഫ് റിസ്ക്, ലോ കോസ്റ്റ്, ഫ്ലെക്സിബിലിറ്റി. ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് സെലക്ഷൻ ഓഫ് ഗുഡ്സ്, ലാക്ക് ഓഫ് ഇനിഷ്യേറ്റീവ്, ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച്, ഡിഫിക്കൽട്ട് ടു ചേഞ്ച് ഡിമാൻഡ്. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നാണ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സും മൾട്ടിപ്പിൾ ഷോപ്സും തമ്മിലുള്ള ഡിഫറൻസ്. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇവ തമ്മിലുള്ളത്? ഒന്ന്, ലൊക്കേഷൻ. അവ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ ലൊക്കേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ലൊക്കേഷൻ, ഒരു പട്ടണത്തിൻ്റെ കേന്ദ്ര ഭാഗത്തായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ എന്ത് ചെയ്യുന്നത് സാധാരണ ലൊക്കേറ്റ് ചെയ്യുന്നത്. അതേസമയം മൾട്ടിപ്പിൾ ഷോപ്സ് ആണെങ്കിലോ പ്രധാനപ്പെട്ട സ്ഥലത്ത് ആണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് അത് നിർബന്ധമില്ല. ഈ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിനെ സംബന്ധിച്ചോളം അത് നിർബന്ധവുമാണ്. കാരണം എന്താണ്? നാട്ടിൻപുറത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നാട്ടിൻപുറത്തുള്ള ആൾക്കാർ മാത്രമേ വരികയുള്ളൂ, അത് വലിയ സെയിലൊന്നും നടക്കില്ല. പക്ഷേ ടൗണിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ വരും, നാട്ടിൻപുറത്ത് അത്യാവശ്യമുള്ള ആൾക്കാർ അങ്ങോട്ട് പോവുകയും ചെയ്യും, അല്ലേ? അപ്പോൾ അത് മൾട്ടിപ്പിൾ ഷോപ്പിൻ്റെ കേസിൽ എന്താണ് സെൻട്രൽ ലൊക്കേഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ, സ്ഥാനം എന്ന് പറയുന്നത് വളരെ ഒരു നല്ലൊരു സ്ഥാനം വേണമെന്ന് പറയുന്നത് അത്യാവശ്യമൊന്നുമില്ല, നെസസറി അല്ല. ഇനി വെറൈറ്റി ഓഫ് ഗുഡ്സ്, വ്യത്യസ്തമായ സാധനങ്ങൾ. ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിലൂടെ ലാർജ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ഫ്രം ഡിഫറെൻറ്റ് പ്രൊഡ്യൂസേഴ്സ്, വിവിധ ഉൽപ്പാദകരുടെ വ്യത്യസ്ത തരത്തിലുള്ള സാധനങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകൾ മുഖേന വിൽക്കാറുണ്ട്. മൾട്ടിപ്പിൾ ഷോപ്പ് ആണെങ്കിലോ ഏതെങ്കിലും ഒരു പ്രത്യേക ഉൽപ്പാദകൻ്റെ പരിമിതമായിട്ടുള്ള തരത്തിലുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. ലിമിറ്റഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ഫ്രം എ സ്പെസിഫിക് പ്രൊഡ്യൂസർ ഓൺലി. നെക്സ്റ്റ്, സർവീസസ് ഓഫർഡ്. എന്തൊക്കെ സേവനങ്ങളാണ് ഓഫർ ചെയ്തിട്ടുള്ളത്? ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിൽ എന്തൊക്കെയുണ്ട്? അഡീഷണൽ ഫെസിലിറ്റീസ് ലൈക്ക് റെസ്റ്റോറൻറ്റ്, പ്ലേ സോൺ, ഓൾട്ടറേഷൻ ഓഫ് ഗാർമെൻറ്റ്സ്. എന്താണ് ഓൾട്ടറേഷൻ ഓഫ് ഗാർമെൻറ്റ്സ്? തുണി മെറ്റീരിയൽ എടുത്ത് നമുക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് തന്നെ തച്ച് തരും,
ഡ്രസ്സ് എടുത്തിട്ട് മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് തച്ച് വാങ്ങിക്കൊണ്ട് പോകാം വേണം വീട്ടിൽ, അല്ലേ? മൾട്ടിപ്പിൾ ഷോപ്പിലാണെങ്കിലും അങ്ങനെയുള്ള അഡീഷണൽ ഫെസിലിറ്റീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാറില്ല. സാധനം വാങ്ങിക്കണം, വീട്ടിൽ പോകണം, ഇത്രയാണ്, അല്ലേ? അവിടെ അഡീഷണൽ ഫെസിലിറ്റീസ് ഒന്നുമില്ല. നെക്സ്റ്റ് എന്താണ്? പ്രൈസിങ് പോളിസി. ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിൽ നോ യൂണിഫോം പ്രൈസിങ് പോളിസീസ്. പ്രൈസിങ് പോളിസി ഇവിടെ ഡിഫറൻ്റ് ആണ്. കാരണം എന്താണ്? 2 ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ ചിലപ്പോൾ 2 ഓണറുടേതായിരിക്കും. 2 ഓണർ സാധനങ്ങൾക്ക് ഈടാക്കുന്ന വില സെപ്പറേറ്റ് ആയിരിക്കും. ഒരു ഓണറുടേതാണെങ്കിൽ എന്ത് ചെയ്യുന്നു? സാധാരണഗതിയിൽ ഏകദേശം ഒരുപോലെ ഇരിക്കും, അല്ലേ? ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിൽ അവിടെ നോ യൂണിഫോം പ്രൈസിങ്, അല്ലേ? ഒരുപോലെയുള്ള വില ഈടാക്കുന്ന പോളിസി അവിടെ ഇല്ല. ഇൻസ്റ്റഡ് ദേ ആർ ഗിവിങ് ഡിസ്കൗണ്ട്സ് ടു ക്ലിയർ ദ സ്റ്റോക്സ് ഇൻ സ്പെഷ്യൽ ഒക്കേഷൻസ്. കൂടാതെ അതിന് പകരം അവർ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നതിലേക്ക് വേണ്ടി ചില ഡിസ്കൗണ്ടുകളൊക്കെ അവരെന്ത് ചെയ്യുന്നു? നൽകാറുണ്ട്. കടയുടെ പുറകെ മുമ്പിൽ എഴുതി വെച്ചിരിക്കും ചിലപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇനി മൾട്ടിപ്പിൾ ഷോപ്പിലാണെങ്കിലോ ഫിക്സഡ് പ്രൈസ് ആൻഡ് യൂണിഫോം പ്രൈസിങ് പോളിസീസ്. കൃത്യമായിട്ടുള്ള വിലയുണ്ട്, എല്ലായിടവും അതേ വിലയായിരിക്കും. ഫിക്സഡ് പ്രൈസും യൂണിഫോം പ്രൈസിങ് പോളിസീസുമാണ് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ്, ക്ലാസ് ഓഫ് കസ്റ്റമേഴ്സ്. സാധാരണ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിൽ പോകുന്നത് ഹൈ ഇൻകം, അല്ലേ? ഉയർന്ന വരുമാനക്കാരായിരിക്കും അവിടെ പോകുന്നത്. ഹൈ ഇൻകം ഗ്രൂപ്പ് ഹൂ കെയർ മോർ ഫോർ ദ സർവീസ് റദർ ദാൻ ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. ഉൽപ്പന്നത്തിൻ്റെ വിലയേക്കാൾ ഉപരി സാധനങ്ങൾ, അല്ലേ? ഉൽപ്പന്നങ്ങളുടെ വിലയേക്കാൾ ഉപരി അവർ നോക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി ആയിരിക്കും നോക്കുന്നത്, അല്ലേ? വാങ്ങിക്കാൻ വരുന്നവർ അങ്ങനെ ആയിരിക്കും ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിൽ. അതേസമയത്ത് മൾട്ടിപ്പിൾ ഷോപ്സ് ആണെങ്കിലോ അത് മിഡിൽ ആൻഡ് ലോവർ ഇൻകം ഗ്രൂപ്പ് ആൾക്കാർക്കാണ് അത് സ്യൂട്ടബിൾ. ഹു ആർ മോർ കൺസേൺ അബൌട്ട് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് അറ്റ് സീസണൽ പ്രൈസ്. കുറഞ്ഞ വിലയ്ക്ക് നല്ല സാധനം വേണം. അതായിരിക്കും അവർ ആര് നോക്കുന്നത്? മിഡിൽ ആൻഡ് ലോവർ ഇൻകം ഗ്രൂപ്പുകാർ നോക്കുന്നത്. നെക്സ്റ്റ്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിൽ ചില സമയത്ത് റെഗുലർ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷേ മൾട്ടിപ്പിൾ ഷോപ്സിൽ സ്ട്രിക്റ്റ് ആയിട്ട് ക്യാഷിന് തന്നെ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്? സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്, അല്ലേ? മൾട്ടിപ്പിൾ ഷോപ്സും ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇത്രയുമാണ്. അപ്പോൾ നമ്മളിന്ന് പഠിച്ച നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സ്, അല്ലേ? വളരെ വലിയ രീതിയിലായിരിക്കും അവർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ വെരി ലാർജ് സ്കെയിലായിരിക്കും, അല്ലേ? അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പോത്തീസ് രാമചന്ദ്രൻസ് ഒക്കെ. അല്ലേ? ഇത് മറ്റൊരു ലുലു മാളൊക്കെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിനുള്ള നല്ല ഉദാഹരണമാണ്, അല്ലേ? മെട്രോ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ, അല്ലേ? ഇത് ഒരു ചിത്രം, ഒരു കടയുടെ ഇതാണ്. മൾട്ടിപ്പിൾ ഷോപ്സ്, അല്ലേ? ബാറ്റ ഷൂ കമ്പനി, അല്ലേ? ബാറ്റ ഷൂയുടെ നിങ്ങൾ 5 കടയിൽ പോയി കഴിഞ്ഞാൽ 5 കടകളിലും സാധനം അടുക്കി വെച്ചിരിക്കുന്നത് ഇതുപോലെ ആയിരിക്കും. ബാറ്റ എന്ന് പറഞ്ഞ് പേരെഴുതിയിരിക്കുന്നത് ഇതുപോലെ, എല്ലാം ഒരു സിമിലാരിറ്റി ഉണ്ടായിരിക്കും, അല്ലേ? ബോംബെ ഡൈയിങ്ങിൻ്റെ കടയിൽ പോയി കഴിഞ്ഞാലും അവിടെ എല്ലാം എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നതൊക്കെ ഒരുപോലെ ആയിരിക്കും, അല്ലേ? ദ റെയ്മണ്ട് ഷോപ്പ്. റെയ്മണ്ട് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ സാധനങ്ങൾ മാത്രം, അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി നാളെ കൂടെ പരീക്ഷ ഉണ്ട്, അല്ലേ? നാളെ ഇംഗ്ലീഷ് ആയിരിക്കും, നാളെ ഇംഗ്ലീഷോ മലയാളം ആയിരിക്കും. അപ്പോൾ നാളെ കൂടെ എക്സാം ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും എക്സാമിനുള്ളത് നിങ്ങൾ നന്നായി പഠിച്ച് തന്നെ എക്സാം എഴുതുക. ഫസ്റ്റ് ഇയറിലെ അതുപോലെ തന്നെ എക്സാം എഴുതുന്ന പേപ്പറുകളൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുക എല്ലാവരും. അത് ഹാർഡ് കോപ്പി നിങ്ങൾ സൂക്ഷിച്ച് കൈവശം വച്ചിരിക്കുക. ഏതെങ്കിലും വിഷയം നിങ്ങൾക്ക് പഠിക്കാൻ ടഫാണ് എന്ന് പറഞ്ഞ് നിങ്ങളത് ആ വിഷയം നിങ്ങൾ ഒഴിവാക്കരുത്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അധ്യാപകരുടെ അടുത്ത് പറയണം. നിങ്ങൾ അതിനുള്ള മാർഗ്ഗങ്ങൾ അധ്യാപകർ എന്താണെന്നുള്ളത് ചെയ്യും.